السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. فاتقوا الله عباد الله. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ ഫദ്ലും ഇദ്നുമുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ഇവിടെ ഈ ഇരുത്തം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇസ്ലാം സ്ഥാപിതമായ ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള സത്യസാക്ഷ്യ വചനം. അതുമായി ബന്ധപ്പെട്ട് അനിവാര്യമായും സംശയമില്ലാതെ ഉറപ്പോടുകൂടി സ്വീകാര്യ സന്നദ്ധതയോടെ അങ്ങേയറ്റത്തെ വിധേയത്വത്തോടെ അതിലുപരി മനം നിറഞ്ഞ സ്നേഹത്തോടെ നമ്മൾ മരണം വരെ നെഞ്ചിലേറ്റേണ്ട ചില കാര്യങ്ങൾ. വ്യക്തമായി പറഞ്ഞാൽ മഅനാ ലാ ഇലാഹ ഇല്ലല്ലാഹ് വശുറൂതു, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഅന എന്താണ്, ആശയം എന്താണ്, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് സാർത്ഥകമാകാൻ നമ്മൾ പൂർത്തീകരിക്കേണ്ടുന്ന ഷർത്തുകൾ എന്താണ്, ഇതിനെക്കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ ഇരുത്തം കൊണ്ട് ഒരുമിച്ച് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സൗദി അറേബ്യയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന അബു അബ്ദില്ല മുഹമ്മദ് ഇബ്നു സഈദ് റസ്ലാൻ ഹഫിളഹുല്ലാഹു തആല, അദ്ദേഹം ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ റിസാലകളുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ റിസാലയായ ശുറൂത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷർത്തുകൾ, അതിനെ വിശദീകരിച്ചുകൊണ്ട് എഴുതിയ ചെറിയൊരു വിശദീകരണം, അതാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം മഹാനായ ഇന്ന് ജീവിച്ചിരിക്കുന്ന മുഹമ്മദ് ഇബ്നു സഈദ് റസ്ലാൻ ഹഫിളഹുല്ലാഹ് ഇതിന് കൊടുത്തിട്ടുള്ള മുഖവുരയിൽ ആദ്യമായി ഷെയ്ഖുൽ ഇസ്ലാം ഈ റിസാലയുടെ ഇതിന്റെ ഒറിജിനൽ ടെക്സ്റ്റിന്റെ ഓദറായ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തന്നെ വാചകമാണ് ഇത് നമ്മളെ പഠിക്കാൻ പ്രേരിപ്പിക്കേണ്ട ഘടകമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് പറഞ്ഞു, വഖദ് ഉലിമ ബിൽ ഇൽതിറാർ മിൻ ദീനി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അറിയപ്പെട്ട അനിവാര്യമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിലുള്ള വത്തഫഖത് അലൈഹിൽ ഉമ്മ, മുസ്ലിം ഉമ്മത്ത് ഒന്നടങ്കം അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിധം ഏകോപിച്ച ഒരു കാര്യമാകുന്നു അന്ന അസ്ലൽ ഇസ്ലാമി വ അവ്വല മാ യുഅ്മറു ബിഹിൽ ഖൽഖു ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇസ്ലാമിന്റെ അടിസ്ഥാനം, അതുപോലെ തന്നെ ഒരടിമ, അള്ളാഹുവിന്റെ ഒരു പടപ്പ്, ആദ്യമായി കൽപ്പിക്കപ്പെടുന്ന വസ്തുത ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്,
ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്താകുന്നു. ഇസ്ലാമിന്റെ അടിത്തറയും ആദ്യമായി നമ്മോട് കൽപ്പിക്കപ്പെട്ടതും അതാകുന്നു. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ വബിദാലിക യസീറുൽ കാഫിറു മുസ്ലിമൻ. ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ വാചകമാണ് അവസാനിച്ചു. എന്നിട്ട് ഷെയ്ഖ് സഈദ് റസ്ലാൻ ഹഫിളഹുല്ലാഹ് നമ്മോട് പറയുന്നു, ഫബിദാലിക യസീറുൽ കാഫിറു മുസ്ലിമൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഇസ്ലാമിന്റെ അടിസ്ഥാനമായ നമ്മോട് ആദ്യം കൽപ്പിക്കപ്പെട്ട ഷഹാദത്ത്, അതുകൊണ്ട് യസീറുൽ കാഫിറു മുസ്ലിമൻ, ഒരു കാഫിർ മുസ്ലിമായി തീരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിക്കുന്നതോടെ ഒരു കാഫിർ മുസ്ലിമായി തീരുന്നു. വൽ അദുവ്വു വലിയൻ, നമ്മുടെ ശത്രു നമ്മുടെ ആത്മമിത്രമാകുന്നു. നമ്മുടെ ശത്രുവായിരുന്ന അതുവരെ നമ്മൾ ദേഷ്യം വെച്ച് പുലർത്തേണ്ടുന്ന കാഫിർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുന്നതോടെ, അവൻ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നതോടെ നമ്മുടെ ഉറ്റമിത്രമാകുന്നു. വൽ മുബാഹു ദമുഹു വമാലുഹു മഅസൂമദ്ദമി വൽ മാൽ, രക്തവും ധനവും ഇസ്ലാമിക രാജ്യം നിലനിൽക്കുന്ന ഇസ്ലാമിക ഭരണാധികാരിയുള്ള നാട്ടിൽ ഇസ്ലാമിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഷിർക്കിനെ പ്രഖ്യാപിക്കുന്ന ഒരു മുശ്രിക്, അവന്റെ രക്തവും അവന്റെ ധനവും ആ ഭരണാധികാരിക്ക് അല്ലെങ്കിൽ ആ ലോകത്തെ മുസ്ലിമുകൾക്ക് ചിന്താം ഹലാലാണ്. മുസ്ലിമിന്റെ രക്തവും അഭിമാനവും അവന്റെ സമ്പത്തെല്ലാം പവിത്രമാണ്. അതുകൊണ്ടാണ് സിബാബുൽ മുസ്ലിമി ഫുസൂഖുൻ വഖിതാലുഹു കുഫ്റുൻ, മുസ്ലിമിനെ വധിക്കൽ അത് കുഫ്റാകുന്നു. അത് മില്ലത്തിൽ നിന്ന് പോകുന്ന കുഫ്റല്ല, അത് വലിയ കുഫ്റിലേക്ക് എത്തുന്ന കുഫ്റുൻ ദൂന കുഫ്റാണ്. അത് വളരെ വിശാലമായിട്ടുള്ള ഒരു മേഖലയാണ്. മുസ്ലിമിന്റെ രക്തം ചിന്തലിനെ കുഫർ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത്. മാത്രവുമല്ല, ഒരു മുസ്ലിമിനെ അന്യായമായി വധിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദ മിൻ സബ്ഇൽ മൂബിഖാത്ത്, 7 വൻപാപങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ എണ്ണിയതാണ്. അത്രയും ഗൗരവമാണ് മുസ്ലിമിന്റെ രക്തം ചിന്തുക എന്നുള്ളത്. എന്നാൽ കാഫിറിന്റെ രക്തം അവൻ മുസ്ലിം അല്ലാത്തതുകൊണ്ട് നമുക്ക് ഹലാലാണ്. ഇവിടുത്തെ കാര്യമല്ല, നമ്മൾ അതുകൊണ്ടാണ് ഇസ്ലാമിക രാജ്യം ഇസ്ലാമിക ഭരണാധികാരി എന്ന് പറഞ്ഞത്. എന്നാൽ ഈ ഹലാലായ അവന്റെ രക്തവും അവന്റെ മാലും പവിത്രമാകുന്നത്, ചിന്തൽ കുഫറിലേക്ക് നയിക്കപ്പെടുന്നത് എപ്പോഴാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ടാണ്. ഒരാളുടെ രക്തവും ധനവും അഭിമാനവും തന്നെ സുരക്ഷിതമാകുന്നത്, പവിത്രമാകുന്നത് എപ്പോഴാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ടാണ്. ഈ ഷഹാദത്തിലേക്ക് അവൻ പ്രവേശിക്കുന്നത് കൊണ്ടാണ്. ثم إن كان ذلك من قلبه فقد دخل في الإيمان. لا إله إلا الله അവന്റെ ഹൃദയത്തിൽ ആഴത്തിൽ വേരുറപ്പിച്ചു കഴിഞ്ഞാൽ, ഹൃദയം കൊണ്ട് അംഗീകരിച്ച് അതനുസരിച്ച് പ്രഖ്യാപിച്ച് അതുകൊണ്ട് അവൻ അമൽ ചെയ്തു കഴിഞ്ഞാൽ ദഖല ഫിൽ ഈമാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അവന്റെ ഈമാനിൽ പ്രവേശിച്ചു. വഇൻ ഖാലഹു ബിലിസാനിഹി ദൂന ഖൽബി, എന്നാൽ നാക്കുകൊണ്ട് പ്രഖ്യാപിക്കുന്നു, നാഴികക്ക് 40 വട്ടം ഘോരഘോരം ഉച്ചൈസ്തരം നാക്കുകൊണ്ടുള്ള കേവലം പ്രഖ്യാപനങ്ങൾ, മുഷ്ടി ചുരുട്ടുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു. എന്താ കഥ? ഒരു കഥയുമില്ല. അങ്ങനെ നാക്കുകൊണ്ട് മാത്രം പ്രഖ്യാപിക്കുന്നു, ഹൃദയം കൊണ്ട് അംഗീകരിക്കുന്നില്ല, അതിനനുസരിച്ച് അതിന്റെ തേട്ടമനുസരിച്ചുള്ള പ്രവർത്തനങ്ങളില്ല എങ്കിൽ അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഫഹുവ ഫീ ളാഹിരിൽ ഇസ്ലാം, അവൻ കേവലം കാനേഷുമാരി മുസ്ലിം, OBC മുസ്ലിം അല്ലേ, പേരുകൊണ്ട് മുസ്ലിം, ഇസ്ലാമിന്റെ പുറംവൃത്തത്തിൽ ദൂന ബാത്തിനിൽ ഈമാൻ, ആന്തരികമായ ഈമാനിന്റെ ഉള്ളറകളിലേക്ക് അവന്റെ ഷഹാദത്ത് ഇറങ്ങിച്ചെന്നിട്ടില്ല. ഹൃദയത്തിൽ അംഗീകാരമില്ലാതെ അത് പ്രഖ്യാപിക്കുമ്പോൾ അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളില്ലാതെ കേവലം നാക്കുകൊണ്ടുള്ള മുദ്രാവാക്യം വിളി മാത്രമായി ഒതുങ്ങിക്കഴിഞ്ഞാൽ അവന്റെ ഈമാൻ അത് ആന്തരികമായി അവനെ സ്പർശിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും എന്ന് അദ്ദേഹം നമ്മെ പഠിപ്പിക്കുകയാണ്. വഅഹ്ലു സുന്നത്തി വൽ ജമാഅ അല അന്ന അവ്വല മാ യജിബു അലൽ അബ്ദി ഷഹാദതു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അഹ്ലു സുന്ന വൽ ജമാഅ ഒരു അടിമയെ ഏറ്റവും ആദ്യം നിർബന്ധമായി പഠിപ്പിക്കേണ്ട വിവരങ്ങളിൽ എണ്ണിയ കാര്യമാണ് എന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ടാണ് കാലഭേദ സമയ വ്യത്യാസമില്ലാതെ എപ്പോഴും നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി പണിയെടുക്കുന്നത്. ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനായി പ്രവർത്തിക്കാനും അതിലായി മരിക്കാനും സബാത്തോടുകൂടി മരണസമയത്ത് അത് പ്രഖ്യാപിക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അഹ്ലുസുന്ന വൽ ജമാഅ ഒരടിമക്ക്, ഒരു മനുഷ്യന്, ഒരു മുസ്ലിമിന് നിർബന്ധമായും പഠിക്കേണ്ട കാര്യമായി അവർ കണക്കാക്കുന്ന ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത്.
ഇഫ്റാദുല്ലാഹി തആല ബിൽ ഇബാദ, അതടങ്ങുന്ന തൗഹീദ്, അള്ളാഹുവിന്റെ ഇബാദത്തിലുള്ള അള്ളാഹുവിന് മാത്രം വകവെച്ചു കൊടുക്കേണ്ടുന്ന അവകാശങ്ങൾ, ഏകത്വം, അതാണ് അഹ്ലുസുന്ന വൽ ജമാഅ ഒരു മുസ്ലിമിനെ ആദ്യമായി പഠിപ്പിക്കുന്നത്. എന്താണ് അതിനുള്ള തെളിവുകൾ? എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് ഒരു മുസ്ലിം ആദ്യം പഠിക്കേണ്ടത്? ദീനുൽ ഇസ്ലാമിൽ ഏറ്റവും ആദ്യം നിർബന്ധമാക്കപ്പെട്ടത് അതാണ്. അഹ്ലുസുന്ന വൽ ജമാഅക്ക് അതിനുള്ള തെളിവ് എന്താണ്? ഒരുപാട് തെളിവുകളുണ്ട്. അദ്ദേഹം അതിൽ പ്രധാനപ്പെട്ട ചിലതാണ് ഇതിൽ എടുത്തു കൊടുക്കുന്നത്. മിൻ അഹമ്മിഹ, അതിലേറ്റവും സുപ്രധാനമായ തെളിവ് ഖൗലുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാകുന്നു. ലിമുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹ് ഒരു ഹദീസിലൂടെ മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ ചില വാചകങ്ങളാകുന്നു. എപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് ഈ വാചകം പറഞ്ഞത്? ലമ്മ അർസലഹു ഇലൽ യമൻ, യമനിലേക്ക് പ്രബോധന ദൗത്യവുമായി അദ്ദേഹത്തെ അയക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇന്നക തഅതി ഖൗമൻ മിൻ അഹ്ലിൽ കിതാബ്, മുആദ്, നീ ചെന്നെത്തുന്നത് വേദക്കാരിൽപ്പെട്ട ചില സമൂഹങ്ങളിലേക്കാകുന്നു. ഫല്യകുൻ അവ്വല മാ തദ്ഉഹും ഇലൈഹി ഷഹാദതു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അതുകൊണ്ട് നീ ആദ്യം അവരെ വിളിക്കേണ്ടത്, ആദ്യം നീ അവരെ ക്ഷണിക്കേണ്ടത്, നീ ആദ്യം നിന്റെ പ്രബോധനമാക്കേണ്ടത് ഏതിലേക്ക്? ഷഹാദതു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്തിലേക്കാകുന്നു. ഇതാണ് അഹ്ലുസുന്നത്തിനെ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് മുസ്ലിം ആദ്യം പഠിക്കേണ്ടത് എന്നതിനുള്ള ഏറ്റവും സുപ്രധാനമായ തെളിവ് റസൂലുള്ളാഹ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് അയക്കുമ്പോൾ പറഞ്ഞ ഈ വാചകങ്ങൾ. ഇത് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ 1331 ഹദീസായും ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ 19 ഹദീസുമായി ഉദ്ധരിക്കുന്നു. ആരും എഴുതുന്നത് കാണുന്നില്ല. ഞാന് നിങ്ങളുമായിട്ട് ഒരുമിച്ച് പഠിക്കാൻ വന്ന ആദ്യ അവസരത്തിൽ പറഞ്ഞിരുന്നു, ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ശുറൂത്തുകളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പൂർത്തീകരിക്കപ്പെടാൻ ഉതകുന്ന ഷർത്തുകൾ, നിബന്ധനകളാകുന്നു. ഉലമാക്കൾ അതിനെക്കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത് ഈ റിസാലയുടെ അവസാനത്തിൽ, ഇതിന്റെ ഷറഹിന്റെ അവസാനത്തിൽ സഈദ് റസ്ലാൻ ഹഫിളഹുല്ലാഹ് നമ്മോട് പറയുന്നുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് മിഫ്താഹുൽ ജന്നയാണ്, സ്വർഗത്തിന്റെ താക്കോലാകുന്നു, സ്വർഗ കവാടത്തിന്റെ താക്കോലാകുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഏത് താക്കോലിനും അത് ഫിറ്റാവേണ്ട പൂട്ടിന് യോജിച്ച പല്ലുകൾ ഉണ്ടാകും, ഇല്ലേ? ഒരു പൂട്ട് ഒരു താക്കോൽ കൊണ്ട് തുറക്കണമെങ്കിൽ അതിനനുയോജ്യമായ പല്ലുകൾ അതിന്മേലുണ്ടാകും. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന താക്കോല് കൊണ്ട് സ്വർഗ കവാടം തുറക്കണമെങ്കിൽ അതിന്റെ പല്ലുകളാകുന്ന ഈ ഷർത്തുകൾ നമ്മൾ പൂർത്തീകരിക്കണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതിനെന്ത് വേണം? മരണം വരെ അത് കാത്തു സൂക്ഷിക്കാൻ നമ്മുടെ അടുത്തൊരു രേഖ വേണം. അത് നമുക്ക് അനുകൂലമായി ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ സന്നിധിയിൽ സാക്ഷിയേക്കാം. അതുകൊണ്ട് എഴുതി സൂക്ഷിക്കലല്ലാതെ, അത് ഹിഫ്ലാക്കലല്ലാതെ, അത് പഠനത്തിന്റെ ആ ഒരു ഘട്ടം ഉലമാക്കൾ അതിനെ അതീവം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അല്ലാത്തത് ശരിക്കും താലീമല്ല, നമ്മുടെ പഠനമല്ല എന്ന് വരെ അവർ വിശദീകരിച്ചിട്ടുണ്ട്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി, താബിഈകളിൽ ശ്രേഷ്ഠനായ അദ്ദേഹം പറഞ്ഞു, ഇൽമിന്റെ വിവിധ ഘട്ടങ്ങൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടോന്ന് അറിയില്ല. അവ്വലുൽ ഇൽമി അന്നിയ്യ, ദീനി വിജ്ഞാനത്തിന്റെ ആദ്യഘട്ടം നിയ്യത്താണ്, നല്ല ഉദ്ദേശശുദ്ധി. നമ്മൾ ആരെയും തോൽപ്പിക്കാനല്ല, ആരെയും വെല്ലുവിളിച്ച് നടക്കുന്നതല്ല, അള്ളാഹുവിങ്കൽ സ്വീകാര്യമാകാൻ, നമുക്കിത് അമലാക്കാൻ, നമ്മുടെ നന്മയിലെ തുലാസിൽ കനം തൂങ്ങാൻ, അതിനുവേണ്ടി നമ്മളിത് പഠിക്കുന്നു. അതാണ് നമുക്ക് ആദ്യം വേണ്ടത്, അന്നിയ്യ. സുമൽ ഇസ്തിമാഅ്, പിന്നാരാണോ അത് കലർപ്പില്ലാതെ അഹ്ലുസുന്നത്തിന്റെ ഇമാമിങ്ങൾ സലഫുകൾ വിശദീകരിച്ച പോലെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, അവിടെ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. അല്ലാത്തവന്റെ ഹവക്ക് നിങ്ങൾ ചെവി കൊടുക്കേണ്ട ആവശ്യമില്ല. അവിടെ നിങ്ങൾ ശ്രദ്ധേയമായി കേൾക്കണം. ഒരു അണുകിട പോലും നിങ്ങൾ വ്യതിചലിക്കാതെ അത് ശ്രവിച്ചുകൊള്ളണം. അൽ ഇസ്തിമാഅ്. പിന്നെയോ സുമ്മൽ ഫഹം, അത് കൃത്യമായി മനസ്സിലാക്കണം. മുൻധാരണകളില്ലാതെ, കറകൾ ബാധിക്കാതെ, സംശയലേശമെന്നെ നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കണം, മനസ്സിലാക്കണം. പിന്നെയോ സുമ്മൽ ഹിഫ്സ്, പിന്നെ അത് മനഃപ്പാഠമാക്കണം. ഇതായിരുന്നു സലഫുകളുടെ രീതി. അവർ ഒരു കാര്യം നിയ്യത്ത് നന്നാക്കി ശ്രദ്ധിച്ചു കേട്ട് മനസ്സിലാക്കി മനസ്സിൽ സൂക്ഷിക്കുന്നു. നമുക്ക് കഴിവുണ്ടോ? ഇല്ല. ഇന്നത്തെ കാലത്ത് അത് ചോർത്തപ്പെട്ടു.
നമ്മിൽ നിന്ന് ഊരിയെടുക്കപ്പെട്ടൊരു നിഅമത്താണത്. അതുകൊണ്ട് നമ്മൾ അൽ കിതാബ്, ഉലമാക്കൾ ഇക്കാലത്തുള്ളവരോട് പറഞ്ഞു, നിങ്ങൾ എഴുതി സൂക്ഷിക്കണം. അത് എക്കാലത്തും നിങ്ങളുടെ കയ്യിൽ രേഖയാകും വിധം നിങ്ങൾ അത് എഴുതി സൂക്ഷിക്കണം, അൽ കിതാബ്. പിന്നെയോ സുമ്മൽ അമൽ, അത് പ്രവർത്തിക്കണം. അവസാനത്തെ ഘട്ടമാണ്. ഈ ഘട്ടങ്ങളെല്ലാം സമർത്ഥമായി പൂർത്തീകരിച്ചാൽ സുമ്മൻ നശ്ർ, അത് പ്രചരിപ്പിക്കണം. അതിന് സ്വാധീനമുണ്ടാകും, അതിന് റിസൾട്ട് ഉണ്ടാകും. അല്ലാതെ ഈ സ്റ്റെപ്പുകളൊക്കെ അവഗണിച്ച് ചാടി അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതാണ് ഇൽമി, ദീനി വിജ്ഞാനത്തിന്റെ വിവിധ ഘട്ടങ്ങളായി മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി നമ്മൾ പഠിപ്പിച്ചത്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ പഠിക്കുന്ന ഇൽം അത് എഴുതി സൂക്ഷിക്കാൻ നമ്മുടെ അടുത്ത് എപ്പോഴും ഒരു രേഖ വേണം. ഇൻഷാ അല്ലാഹ് നിങ്ങളോടുള്ള ഒരു സഹോദരന്റെ, നിങ്ങളുടെ സമപ്രായക്കാരന്റെ, അല്ലെങ്കിൽ എന്റെ മുമ്പിലുള്ള മുതിർന്നവരുടെ ഒരു അനുജന്റെ ഒരു നസീഹത്തായി അല്ലെങ്കിൽ ഒരു വസിയത്തായി നിങ്ങൾ കണക്കിലെടുക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു തആലയെ യമനിലേക്ക് അയച്ച സന്ദർഭത്തിൽ നൽകിയ ഉപദേശം, ആ വാചകങ്ങൾ, അതാകുന്നു അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് ഒരു മുസ്ലിമിനെ ആദ്യം പഠിപ്പിക്കേണ്ടത് എന്നുള്ള വിഷയത്തിലുള്ള ഏറ്റവും സുപ്രധാനമായ തെളിവ്. ഫഇഫ്റാദുല്ലാഹി തആല ബിത്തൗഹീദ്, അതിലെന്തെല്ലാമുണ്ട്? അലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് പറയുന്ന ഷഹാദത്തിൽ എന്തെല്ലാമുണ്ട്? തൗഹീദ് കൊണ്ട് അല്ലാഹുവിന്റെ ഏകത്വത്തെ സ്ഥാപിക്കുന്നു. വൽ ബറാഅതു മിനശ് ശിർക്കി വ അവ്വലുൽ വാജിബാത്ത്, അതുപോലെ തന്നെ ശിർക്കിൽ നിന്ന് സമ്പൂർണ്ണമായി നമ്മൾ ഒഴിഞ്ഞു നിൽക്കുന്നു. അതിൽപ്പെട്ട അവ്വൽ വാജിബാത്ത്, നമ്മൾ ഏറ്റവും നിർബന്ധമായും ചെയ്യേണ്ട ആദ്യത്തെ കാര്യങ്ങളിൽ അതാകുന്നു. വഔജബു തക്ലീഫാത്ത്, ഒരു മുക്കല്ലഫ് പ്രായപൂർത്തിയും ബുദ്ധിയും വിവേകവുമുള്ള ദീനിന്റെ ശറഈന്റെ അഹ്കാമുകൾ നിർബന്ധമാകുന്ന ഒരു മുക്കല്ലഫിന് ഏറ്റവും ആദ്യവും ഏറ്റവും നിർബന്ധവുമാകുന്നത് എന്താകുന്നു? ഈ ഷഹാദത്തിനെ കുറിച്ചുള്ള തൗഹീദിന്റെ പഠനമാകുന്നു. വഅഫ്റദുൽ ഫറാഇദ്, നമുക്ക് നിർബന്ധമാക്കപ്പെട്ട ഫർളുകളിൽ ഏറ്റവും വലിയ ഫർള് ഏതാകുന്നു? അതാകുന്നു. അതുകൊണ്ടാണ് ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, ഇസ്ലാം 5 കാര്യങ്ങളിൽ സ്ഥാപിതമാകുന്നു. ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹി വ ഇഖാമിസ് സ്വലാ വ ഇതാഇസ് സക്കാ വ സൗമി റമളാൻ വ ഹജ്ജുൽ ബൈത്ത് മൻ ഇസ്തതാഅ ഇലൈഹി സബീല. ഇസ്ലാം 5 കാര്യങ്ങളിൽ സ്ഥാപിതമാണ്. അത് ഇസ്ലാം കാര്യങ്ങളിൽ എണ്ണപ്പെടുന്ന 5 കാര്യങ്ങൾ, ഇസ്ലാമിന്റെ 5 തൂണുകൾ. അഫ്റദുൽ ഫറാഇൽ, ആ ഫർളുകളിൽ ആദ്യം എണ്ണിയത് എന്താണ്? നമസ്കാരത്തിന് മുമ്പ് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. قال العلامة ابن عبد العز الحنفي رحمة الله عليه, മഹാനായ ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി റഹ്മത്തുള്ളാഹി അലൈഹി അഖീദത്തു ത്വഹാവിയുടെ ശറഹിൽ പറഞ്ഞ ചില വാചകമാണ് അദ്ദേഹം അടുത്തതായി എടുത്തു കൊടുക്കുന്നത്. ഇഅലം, നീ അറിയുക, അന്ന തൗഹീദ അവ്വലു ദഅവത്തിർ റസൂൽ, മുർസലീങ്ങൾ ആദ്യമായി ദഅവത്ത് ചെയ്തത് എന്താണ്? തൗഹീദാകുന്നു. വ അവ്വലു മനാസിലി ത്വരീഖ്, അവർ ദഅവത്തിന്റെ മാർഗത്തിൽ ആദ്യം പ്രവേശിച്ച ഘട്ടം ഏതാകുന്നു? തൗഹീദിന്റെ ഘട്ടമാകുന്നു. വ അവ്വലു മഖാമിൻ യഖൂമു ബിഹി സാലികു ഇലല്ലാഹി അസ്സ വജൽ, അതുപോലെ തന്നെ അല്ലാഹുവിലേക്ക് പ്രവേശിക്കുന്ന, അല്ലാഹുവിലേക്കുള്ള സ്വർഗത്തിന്റെ മാർഗത്തിൽ പ്രവേശിക്കുന്ന ഒരു മനുഷ്യൻ ആദ്യം നിലകൊള്ളേണ്ടത് എവിടെയാണ്? ആദ്യം പഠിക്കുകയും നിലപാട് സ്വീകരിക്കുകയും അടിയുറക്കുകയും ചെയ്യേണ്ട ഏതിലാകുന്നു? തൗഹീദിലാകുന്നു. ولهذا كان الصحيح أن أول واجب يجب على المكلف شهادة أن لا إله إلا الله لا النظر. അതുകൊണ്ടൊരു സംശയവും വേണ്ട, ഒരു വീക്ഷണ വ്യത്യാസമോ അഭിപ്രായ വ്യത്യാസമോ ആ വിഷയത്തിലില്ല അഹ്ലുസുന്നത്തിന്റെ ഇമാമിയങ്ങൾക്കിടയിൽ, അഹ്ലുസുന്ന വൽ ജമാഅക്കിടയിൽ. എന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെയാകുന്നു ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അത് തന്നെയാകുന്നു ആദ്യം പഠിപ്പിക്കേണ്ടത് എന്ന വിഷയത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് ഒരഭിപ്രായ വ്യത്യാസമില്ല. 4 മദ്ഹബിന്റെ ഇമാമുകൾക്ക് അഖീദന്റെ വിഷയത്തിൽ ഒരഭിപ്രായ വ്യത്യാസമില്ല. ഫിഖഹിന്റെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം സ്വാഭാവികം, അതവർക്ക് അനുവദിച്ചു കൊടുത്ത ഗവേഷണത്തിന്റെ ജിതഹാദിന്റെ മേഖലയാകുന്നു. എന്നാൽ നമ്മുടെ നാട്ടിലെ പുരോഹിതന്മാർ ശബ്ദിക്കുന്നത് പോലെ അഖീദയുടെ വിഷയത്തിൽ അവർ ഭിന്നിച്ചിട്ടില്ല. ഇല്ല. ലൻ നദർ, യാതൊരു വീക്ഷണ വ്യത്യാസവുമില്ല. വലൽ ഖസ്ദു ഇലൻ നദർ, വീക്ഷണ വ്യത്യാസത്തിന് യാതൊരു സാധ്യത പോലുമില്ല. അഖീദയുടെ വിഷയത്തിൽ ആദ്യം പഠിപ്പിക്കേണ്ട ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്നുള്ള വിഷയത്തിൽ ഒരാൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല, സാധ്യത പോലുമില്ല. വലശക്, യാതൊരു സംശയവും വേണ്ട. എന്നാൽ കമാ ഹിയ അഖ്വാനുൽ അർബാബിൽ കലാമിൽ മദ്മൂം, ആക്ഷേപാർഹമായ മുബ്തദീങ്ങളായ ഹവയുടെ ആളുകളായ പിഴച്ചവർ, അവരുടെ പുരോഹിതന്മാർ, അർബാബുകൾ,
അവർ സംസാരിക്കുന്ന ആക്ഷേപാർഹമായ സംസാരം ചിലപ്പോൾ നിങ്ങൾ കേട്ടോളും. ലാ ഇലാഹ ഇല്ലല്ലാഹ് ആദ്യം പഠിപ്പിക്കേണ്ടത്, ആദ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കുന്നത് അവർ ചിലപ്പോൾ പറഞ്ഞേക്കും. എന്നാൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഇടയിൽ അതിനെക്കുറിച്ച് വീക്ഷണ വ്യത്യാസമില്ല, സംശയമില്ല, അതിനൊരു സാധ്യത പോലുമില്ല. ഉറങ്ങുന്നവരൊന്ന് ഷറായിട്ടിരിക്കുക. വഖാല റഹിമഹുല്ലാഹ്, മഹാനായ ഇബ്നു അബ്ദുൽ ഇസ് അൽ ഹനഫി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ പറയുന്നു, ഫി മൗളിഇൻ ആഖർ മിൻ ശർഹി ത്വഹാവി, അഖീദത്തു ത്വഹാവിയുടെ ശർഹിന്റെ മറ്റൊരു ഭാഗത്ത് അദ്ദേഹം പറയുന്നു, അഇമ്മത്തു സലഫി കുല്ലുഹും മുത്തഫിഖൂന അലാ അന്ന അവ്വല മാ യുഅ്മറു ബിഹിൽ അബ്ദു അശ്ശഹാദതാൻ. സലഫുകളായിട്ടുള്ള അഇമ്മത്തുകൾ, ഇമാമുകൾ എല്ലാവരും മുത്തഫിഖൂൻ, അവർ യോജിച്ചവരാണ്, ഏകാഭിപ്രായക്കാരാണ്. എന്തിന്മേൽ? അലാ അന്ന അവ്വല മാ യുഅ്മറു ബിഹിൽ അബ്ദു അശ്ശഹാദതാൻ, ഒരടിമ ആദ്യം അവന് കൽപ്പിക്കപ്പെട്ട നിർബന്ധമായ കാര്യം ഏതാകുന്നു? പഠിക്കലും മനസ്സിലാക്കലും അമൽ ചെയ്യലും. ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. സലഫുകളിൽപ്പെട്ട അയിമ്മത്തുകൾക്കാർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അപ്പോൾ എന്നിട്ട് മഹാനായ സഈദ് റസ്ലാൻ ഹഫിളഹുല്ലാഹ് നമ്മെ ഉണർത്തുന്നു, മുകലിമത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമത്ത് ഹിയ കലിമത്തു തൗഹീദ്, അത് തൗഹീദിന്റെ കലിമത്താകുന്നു. വകലിമത്തുൽ ഇഖ്ലാസ്, അത് ഇഖ്ലാസിന്റെ കലിമത്താകുന്നു. വഹിയ അവ്വലു റുക്നിൻ മിൻ അർക്കാനിൽ ഇസ്ലാം, ഇസ്ലാം സ്ഥാപിതമായ 5 തൂണുകളിലെ ആദ്യത്തെ തൂണാകുന്നു, ആദ്യത്തെ റുക്നാകുന്നു. ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് വഅലാ ശുഅബത്തിൻ മിൻ ശുഅബിൽ ഈമാൻ, ഈമാനിന്റെ ശാഖകളിൽ 70 ചില്ലാനമുള്ള ഈമാനിന്റെ ശാഖകളിൽ ഏറ്റവും പരമോന്നതമായ ശാഖയാകുന്നു ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അറിഞ്ഞുകൊണ്ടുള്ള പ്രഖ്യാപനം. വഹിയ അവ്വലു വ അഅ്ലമു വാജിബിൻ അലൽ മുകല്ലഫ്, ഒരു മുകല്ലഫിനെ, ഒരു വിവേകിയായ ശറഅ് നിർബന്ധമാകുന്ന ഒരു മുസ്ലിമിനെ അവന് വാജിബാവുന്ന കാര്യങ്ങളിൽ ഏറ്റവും വലുത് എന്താകുന്നു? ഏറ്റവും ആദ്യം വാജിബാകുന്നത് എന്താകുന്നു? ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് വ ആഖിറു വാജിബുൻ അലൈഹി, അവസാനം നമ്മിൽ വാജിബാകുന്നതും എന്താകുന്നു? ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്ന ഒരു മനുഷ്യൻ ആദ്യം ഒരുവിടത്തും ഷഹാദത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ്, മരിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തോട്, ഭൗതിക ലോകത്തോട് നമ്മുടെ ദേഹി വിട പറയുമ്പോൾ അള്ളാഹു സുസ്ഥിരമായി നമുക്ക് സ്ഥിരത നൽകേണ്ട അവസാനത്തെ വാചകം എന്താകുന്നു? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവസാനവും ആദ്യവുമായി നമുക്ക് നിർബന്ധമാകുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്തിന്റെ സത്യസാക്ഷ്യ വചനമാകുന്നു. ഫലാ അഅ്ലമ അലൽ മുകല്ലഫി മിൻഹാ ഇൽമൻ വഅമലൻ, ഇൽമ കൊണ്ടും അമൽ കൊണ്ടും അതിനേക്കാൾ വലിയൊരു കാര്യം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് ഏറ്റവും നമ്മൾ ഇൽമ കൊണ്ടും അമൽ കൊണ്ടും പരിഗണന നൽകേണ്ട കാര്യം എന്നതാണ് അദ്ദേഹം ഇതിന്റെ മുഖദ്ദിമയിൽ നമ്മോട് ഉണർത്തുന്ന അവസാനത്തെ വാചകങ്ങൾ. എന്നിട്ട് അദ്ദേഹം ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു സഈദ് റസ്ലാൻ ഹഫിളഹുല്ലാഹ് നമ്മെ പഠിപ്പിക്കുന്നത് മഅനാ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഅന എന്താകുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥവും ആശയവും താല്പര്യവും എന്താകുന്നു. വമഅന ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്തിന്റെ മഅന എന്ന് പറഞ്ഞാൽ നഫ്യു ഇസ്തിഹ്ഖാഖിൽ ഇബാദത്തി അൻ കുല്ലി മാ സിവല്ലാഹി വ ഇസ്ബാതുഹാ ലില്ലാഹി അസ്സ വജൽ വഹ്ദഹു ലാ ശരീക ലഹു ഫീ ഇബാദതിഹി കമാ അന്നഹു ലാ ശരീക ലഹു ഫീ മുൽക്കിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത ആരാധിക്കപ്പെടുന്ന സകല ആരാധ്യന്മാരിൽ നിന്നും അള്ളാഹുവിന് മാത്രം ന്യായമായി നമ്മൾ വകവച്ചു കൊടുക്കേണ്ട ഇബാദത്ത് അത് അള്ളാഹുവിന് സ്ഥിരീകരിക്കുന്നു. ഒപ്പം അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന ആരാധ്യതയുടെ അവകാശം നമ്മൾ തിരസ്കരിക്കുന്നു, തള്ളിമാറ്റുന്നു. വഹ്ദ, ഇബാദത്തിന്റെ വിഷയത്തിൽ അള്ളാഹു ഏകനാകുന്നു. ലാ ശരീക ലഹു ഫി ഇബാദത്തി, അള്ളാഹുവിനോടുള്ള ഇബാദത്തിൽ ഒരാളും പങ്കുകാരല്ല. ഏതുപോലെ? കമാ അന്നഹു ലാ ശരീക ലഹു ഫി മുൽക്കി, അവന്റെ ആധിപത്യത്തിൽ. അതായത് ഇവിടെ ഷെയ്ഖ് റസ്ലാൻ ഹഫിളഹുല്ലാഹ് ഇബാദത്ത് എന്നുകൊണ്ട് സൂചിപ്പിച്ച എന്താണ്? തൗഹീദിന് 3 വിഭാഗങ്ങളുണ്ടല്ലോ. ഒന്നാമത്തേത് തൗഹീദുർ റുബൂബിയ്യ, രണ്ടാമത്തേത് തൗഹീദുൽ ഉലൂഹിയ്യ, മൂന്നാമത്തേത് തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്. അപ്പോൾ ഇബാദത്തിൽ അല്ലാഹു ഏകനാക്കുക എന്ന് പറഞ്ഞാൽ തൗഹീദുൽ ഉബൂദിയ്യ അല്ലെങ്കിൽ തൗഹീദുൽ ഉലൂഹിയ്യ, ആ ഉലൂഹിയത്തിനെ നമ്മൾ സ്ഥാപിച്ചു കൊടുക്കണം. കമാ അന്നഹു ലാ ശരീക ലഹു ഫി മുൽക്കി, റുബൂബിയത്തിലും അല്ലാഹുവിനെ പങ്കുകാരില്ലാത്തതുപോലെ ആ റുബൂബിയത്തിൽപ്പെട്ട മുൽക്ക് മാത്രമേ അദ്ദേഹം ഇവിടെ പറഞ്ഞുള്ളൂ.
റുബൂബിയത്തിന്റെ ഘടകങ്ങളായി ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത് അൽ ഖാലിഖ്, അർ റബ്ബ്, വൽ ഖാലിഖ്, അതുപോലെ തന്നെ വൽ മലിക്, വൽ മുദബ്ബിർ. റുബൂബിയത്തിലെ ആദ്യം വരുന്ന കാര്യം അള്ളാഹുവിന്റെ രക്ഷാകർതൃത്വം, അള്ളാഹു നമ്മളെ പരിപാലിക്കുന്നു എന്ന അള്ളാഹുവിന്റെ റുബൂബിയത്ത്. റബ്ബ്, അള്ളാഹു റബ്ബാകുന്നു. അതുപോലെ തന്നെ രണ്ടാമത് വരുന്ന അള്ളാഹുവിന്റെ ഖൽഖ്, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ്, അള്ളാഹു ഖാലിഖാകുന്നു. മൂന്നാമതായി വരുന്നത് അള്ളാഹുവിന്റെ അധികാരം, അള്ളാഹുവിന്റെ മിൽക്ക്, അള്ളാഹുവിന്റെ മുൽക്ക്, അള്ളാഹു മലിക്കാകുന്നു. നാലാമതായി വരുന്നത് അത്തദ്ബീർ, അള്ളാഹു മുദബ്ബിറാകുന്നു, അള്ളാഹു സകലതും നിയന്ത്രിക്കുന്നു. അതിൽ മുൽക്ക് മാത്രം അദ്ദേഹം ഇവിടെ പറഞ്ഞുകൊണ്ട് ഉദ്ദേശം എന്താണ്? റുബൂബിയത്തിൽ അള്ളാഹുവിന് ഒരു പങ്കുകാരുമില്ല എന്ന് പറയുന്നത് പോലെ തന്നെ അള്ളാഹുവിന്റെ ഉബൂദിയത്തിലും അള്ളാഹുവിനുള്ള ആരാധ്യതയിലും ആർക്കും പങ്കില്ല തന്നെ. അപ്പോൾ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ അർത്ഥം നൽകുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം അവൻ അവകാശപ്പെട്ട ഇബാദത്തിനെ നമ്മൾ സ്ഥിരീകരിക്കുന്നു. ഇബാദത്തിന് യാതൊരു അർഹതയുമില്ലാത്ത ആരാധിക്കപ്പെടുന്ന മറ്റാരാധ്യന്മാരുടെ ആരാധ്യതയെല്ലാം നമ്മൾ തിരസ്കരിക്കുന്നു, ഒഴിവാക്കുന്നു. ഈ അർത്ഥം ആശയം ഉൾക്കൊള്ളുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് രണ്ട് റുക്കുനുകളുണ്ട്. ലഹു റുക്നാൻ, രണ്ട് സ്തംഭങ്ങളുണ്ട്. അതിന്റെ അവിഭാജ്യമായ രണ്ട് ഘടകങ്ങളുണ്ട്. ഏതൊക്കെയാണ്? അന്നഫ്യു വൽ ഇസ്ബാത്ത്. പറഞ്ഞു നോക്കാം. അന്നഫ്യു വൽ ഇസ്ബാത്ത് എഴുതാൻ പറ്റൂടെ? അന്നഫ്യു വൽ ഇസ്ബാത്ത് അടുത്ത ക്ലാസ്സിൽ എഴുതണം. അന്നഫ്യു നോട്ട്സ് ഉള്ളവരെ എഴുതി വെക്കുക. അന്നഫ്യു വൽ ഇസ്ബാത്ത്. ഒന്നാമത്തെ റുക്കുൻ അന്നഫ്യു, രണ്ടാമത്തെ റുക്കുൻ അൽ ഇസ്ബാത്ത്. പോട്ടെ. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ രണ്ട് റുക്കുനുകളാകുന്നു. ഒന്നാമത്തേത് അന്നഫ്യു, നൂന് ഫാഇയ അന്നഫ്യു. രണ്ടാമത്തെ റുക്കുനാകുന്നു അൽ ഇസ്ബാത്ത്, ഇസ്ബാത്ത്. അലിഫ് സാ, മൂന്ന് കുത്തുള്ള സാ, ബാ, വീണ്ടും അലിഫ്, ഇസ്ബാ ബാ ത, അലിഫ് ബാ ത, രണ്ട് കുത്തുള്ള ത. അന്നഫ്യു വൽ ഇസ്ബാത്ത്, ഇതാകുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അവിഭാജ്യമായ രണ്ട് റുക്കുനുകൾ. ഇതിന്മേൽ സ്ഥാപിതമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ രണ്ട് റുക്കുനുകൾ ഉണ്ടെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഅന, അർത്ഥം സമ്പൂർണ്ണമാവുകയുള്ളൂ. എന്താണ് ഒന്നാമത്തെ റുക്കുനായ അന്നഫ്യ? ലാ ഇലാഹ, ലാ ഇലാഹ ഇല്ലല്ലാഹയിലെ ലാ ഇലാഹ വരെയുള്ള ഭാഗമാകുന്നു അന്നഫ്യ എന്ന് പറയുന്ന റുക്കുൻ. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? തൻഫിൽ ഇബാദത അൻ കുല്ലി മാ സിവല്ലാഹി തആല, അല്ലാഹു അല്ലാത്ത എല്ലാവരിൽ നിന്നും ഇബാദത്തിനെ നമ്മൾ തിരസ്കരിക്കുന്നു, നിരാകരിക്കുന്നു. അതാകുന്നു ലാ ഇലാഹ. ഒരു ഇലാഹുമില്ല. ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല. നമ്മൾ അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന എല്ലാ ആരാധ്യന്മാരുടെയും ഇബാദത്തിനുള്ള അവകാശം തിരസ്കരിക്കുന്നു. അവർക്ക് അവകാശമില്ല തന്നെ. അതിനേറ്റവും അവകാശം അല്ലാഹുവിന് മാത്രം. ഇല്ലല്ലാഹ്, അതാണ് ഇസ്ബാത്ത് എന്ന് പറയുന്ന ഇല്ലല്ലാഹ്. ഇല്ലല്ലാഹ് എന്നുള്ളതാണ് ഇസ്ബാത്ത് എന്ന റുക്കൻ. എന്താണ് ഇല്ലല്ലാഹിലൂടെ അർത്ഥമാക്കുന്നത്? തുസ്ബിതു ജമീഅൽ ഇബാദത്തി ലില്ലാഹി വഹദ, എല്ലാ ആരാധ്യന്മാരുടെയും ആരാധ്യത നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ആരാധ്യൻ ആരാണ്? അല്ലാഹ് മാത്രം. അൽ ഇബാദത്തു ലില്ലാഹി വഹദ, അല്ലാഹുവിന് മാത്രമാകുന്നു ആ ഇബാദത്ത്. അതാണ് അൽ ഇസ്ബാത്ത്, സ്ഥിരീകരണം. അതാകുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ രണ്ടാമത്തെ റുക്ൻ, അന്നഫ്യു വൽ ഇസ്ബാത്ത്. അന്നഫ്യു എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വരെയുള്ള ഭാഗം. അല്ലാഹു അല്ലാത്ത എല്ലാ ആരാധ്യന്മാരെയും നമ്മൾ തിരസ്കരിക്കുന്നു. കാരണം അവരാരും ആരാധനക്ക് അർഹരല്ല, യോഗ്യരല്ല. അത് അവരുടെ അവകാശമല്ല. ഇല്ലല്ലാഹ്, അത് അല്ലാഹുവിന് മാത്രം. അതാകുന്നു അൽ ഇസ്ബാത്ത്, നമ്മൾ സ്ഥിരീകരിക്കേണ്ടുന്ന രണ്ടാമത്തെ റുക്ൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് വന്നഫ്യു വൽ ഇസ്ബാത്ത്. ഈ നഫ്യ് ഇസ്ബാത്ത് എന്ന് പറയുന്നത് അഹ്ലുസുന്നത്തിന്റെ ഇമാമിങ്ങൾ പിൽക്കാലത്ത് ഉണ്ടാക്കിയതാണോ? അവരുടെ പുതുതായൊരു പടപ്പാണോ അന്നഫ്യു വൽ ഇസ്ബാത്ത് എന്ന് പറയുന്നത്? അവർ പടച്ചുണ്ടാക്കിയതാണോ? അല്ല. അദ്ദേഹം പറയുന്നു ഹുവ തൗഹീദുല്ലദീ ജാഅത് ബിഹി റുസുൽ. ഈ നഫ്യിന്റെയും ഇസ്ബാത്തിന്റെയും മഅന ഉൾക്കൊള്ളുന്ന സമ്പൂർണമായ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തൗഹീദിന്റെ വിളംബരമാണ് മുർസലീങ്ങൾ ഒന്നടങ്കം നടത്തിയിട്ടുള്ളത്. അവരതിലേക്കാണ് പ്രബോധനം നൽകിയിട്ടുള്ളത്. അവരതാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നഫ്യും ഇസ്ബാത്തും അടങ്ങുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെയാണ് അവരും പ്രബോധനം ചെയ്തത്. അള്ളാഹു അത് മുഖേനയാണ് അവർ അയച്ചത്. വഉൻസില ബിഹിൽ കുതുബ്, അള്ളാഹു കിതാബുകൾ അവതരിപ്പിച്ചത് ഈ നഫ്യും ഇസ്ബാത്തും ഉൾക്കൊള്ളുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ്. വഹുവ ഇസ്ബാത്തുൽ ഇലാഹിയ്യത്തി ലില്ലാഹി വഹ്ദ, അതെന്താണ്? ഉലൂഹിയത്ത്, ഇലാഹിയത്ത്, ആരാധ്യത
അത് അല്ലാഹുവിന് മാത്രമെന്ന സ്ഥിരീകരണം. അതാണല്ലോ അൽ ഇസ്ബാത്ത്. ബിഅൻ യശ്ഹദ അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വലാ യഅ്ബുദു ഇല്ലാ ഇയ്യാഹ്. അല്ലാഹു അല്ലാതെ യാതൊരു ആരാധനയ്ക്ക് അർഹനുമില്ല, അല്ലാഹു മാത്രമാണ് ഇബാദത്തിന് അർഹൻ എന്ന ഷഹാദത്ത്. വലാ യഅ്ബുദു ഇല്ലാ ഇയ്യാഹ്, അതുകൊണ്ട് അവനെ മാത്രം നമ്മൾ ആരാധിക്കണം, അവനെ മാത്രം നമുക്ക് ഇബാദത്ത് ചെയ്യണം. വലാ യതവക്കൽ ഇല്ലാ അലൈഹി, അവനല്ലാതെ നിങ്ങൾ ഭരമേൽപ്പിക്കരുത്, നാം ഭരമേൽപ്പിക്കരുത്. വലാ യുവാലി ഇല്ലാ ലഹ്, ആ അള്ളാഹുവിന് വേണ്ടിയല്ലാതെ നമ്മൾ ബന്ധം സ്ഥാപിക്കരുത്. നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നുവെങ്കിൽ അൽ ഹുബ്ബു ഫില്ലാഹ്, അള്ളാഹിന് വേണ്ടി സ്നേഹിക്കണം. നമ്മൾ അള്ളാഹുവിന് വേണ്ടി നമുക്ക് സ്നേഹിക്കാൻ കഴിയുക ആരെയാണ്? മുസ്ലിമീങ്ങളെ, മുഅ്മിനീങ്ങളെ മാത്രം. വലാ യുആദി ഇല്ലാ ഫീ, നമ്മൾ ഒരാളെ വെറുക്കുന്നു, ഒരാളെ അകറ്റി നിർത്തുന്നു എങ്കിൽ അള്ളാഹുവിന് വേണ്ടി അകറ്റി നിർത്തണം. അതിന്റെ അടിസ്ഥാനം എന്താണ്? തൗഹീദാകുന്നു, ഒരു സംശയവുമില്ല. അത് ഇസ്ലാമിന്റെ അസ്ലുൽ ഉസൂൽ എന്നാണ് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്. വലാ യഅ്മലു ഇല്ലാ ലി അജലി, നമ്മൾ അമൽ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാകുന്നു? ഈ ലാ ഇലാഹ ഇല്ലല്ലയുടെ പൂർണ്ണതയ്ക്ക് വേണ്ടിയാകുന്നു. ഈ ലാ ഇലാഹ ഇല്ലയുടെ കാരണമായിട്ടാണ് നമ്മൾ അമൽ ചെയ്യുന്നത്. ഒരാൾക്ക് ലാ ഇലാഹ ഇല്ലല്ലെങ്കിൽ അയാൾ അമൽ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? വൃഥാവിലായി എന്നല്ലാതെ. അതുകൊണ്ട് വഹാദിഹിൽ കലിമത്തു നഫ്യുൻ വ ഇസ്ബാത്ത്, നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലയുടെ റുക്നായി പഠിച്ച അന്നഫ്യു വൽ ഇസ്ബാത്ത്, ഈ കലിമ വലാ യതിമ്മു തൗഹീദു ഇല്ലാ ബിഹിമാ, ഇത് രണ്ടുമില്ലെങ്കിൽ, ലാ ഇലാഹ ഇല്ലല്ലയുടെ നഫ്യും ഇസ്ബാത്തും അടങ്ങുന്ന രണ്ട് റുക്നുകളുമില്ലെങ്കിൽ ലാ യതിമ്മു തൗഹീദ്, ഒരാളുടെ തൗഹീദ് പൂർത്തിയാവുകയില്ല. ബിനഫ്യിൽ ഇലാഹിയത്തി അൻ കുല്ലി മാ സിവല്ലാഹി തആല മിനൽ മുർസലീൻ ഹത്ത മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉലമാക്കളുടെ കിതാബുകളിലും അവരുടെ സംസാരങ്ങളിലുമുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അവരൊരു കാര്യം തന്നെ പല ആവർത്തിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും സഹാബത്തിനെ പഠിപ്പിച്ചത് ഒരു കാര്യം 3 തവണയെങ്കിലും അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചുരുങ്ങിയത് ആവർത്തിക്കുമായിരുന്നു. അതുകൊണ്ട് ആവർത്തനം ഉണ്ടാവും, നമുക്കതിന് വിരസത തോന്നേണ്ട ആവശ്യമില്ല. അത് ഉലമാക്കളുടെ അഹ്ലു സുന്നത്തിന്റെ ഇമാമിങ്ങളുടെ ശൈലിയാകുന്നു. അദ്ദേഹം വീണ്ടും ആ പറഞ്ഞ തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ്. എന്താണ്? നഫ്യിൽ ഇലാഹി ബിനഫ്യിൽ ഇലാഹിയത്തി അൻ കുല്ലി മാ സിവല്ലാഹി തആല, അള്ളാഹുവിന് പുറമെയുള്ള എല്ലാ ആരാധ്യന്മാരുടെയും ആരാധ്യത നമ്മൾ തിരസ്കരിക്കുന്നു. മിനൽ മുർസലീൻ ഹത്ത മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എത്രത്തോളം എന്ന് വെച്ചാൽ അള്ളാഹു അല്ലാത്തവരുടെ ആരാധ്യത മുഴുവൻ നമ്മൾ തിരസ്കരിക്കുമ്പോൾ ആരവരെ നമ്മൾ തിരസ്കരിക്കുന്നു? മുർസലീങ്ങളിൽപ്പെട്ട സയ്യിദുൽ മുർസലീൻ വ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വരെ അതിൽ അവകാശമില്ല. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ നമ്മൾ തിരസ്കരിക്കുന്ന ആരാധ്യതയുടെ വിഷയത്തിൽ. വമിനൽ മലായികതി ഹത്താ ജിബ്രീൽ യഫ്അലൂന മാ യുഅ്മറൂൻ, യഫ്അലൂന അല എന്തായിരുന്നു ആയത്ത്? സൂറത്തു തഹ്രീമിലുള്ളത്. മലായികത്തുൻ ഗിലാദുൻ ശിദാദുൻ ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ, പറയേണ്ടത് കൽപ്പിക്കേണ്ടത് താമസമില്ലാതെ അപ്പൊ തന്നെ പ്രവർത്തിക്കുന്ന, ധിക്കാരം പ്രവർത്തിക്കാത്ത, അനുസരണക്കേട് തൊട്ടു തീണ്ടാത്ത, മഅസിയത്ത് തൊട്ടു തീണ്ടാത്ത അള്ളാഹുവിന്റെ ശ്രേഷ്ഠരായ സൃഷ്ടിവർഗങ്ങളിൽ മലക്കുകളുടെ ശ്രേഷ്ഠനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഒരു ആവശ്യത്തിൽ നമ്മൾ ഒഴിവാക്കി. പിന്നല്ലേ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ഉപ്പാപ്പമാര്, ബീവിമാര്, ഹോജമാര്, അവരൊക്കെ വലിയവര്, അവരവരെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ആരാധ്യതയിൽ അള്ളാഹു ഒഴിവാക്കിയിട്ടുണ്ട്, അള്ളാഹു സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഫദ്ലൻ അൻ ഗൈരിഹിമാ മിനൽ അംബിയാഇ വസ്വാലിഹീൻ, അമ്പിയാക്കളിലും സ്വാലിഹീങ്ങളിലും ഏറ്റവും ശ്രേഷ്ഠനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും മലക്കുകളിൽ ശ്രേഷ്ഠനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് വരെയും ആ വിഷയത്തിൽ അവകാശമില്ല. വഇസ്ബാതുൽ ഉലൂഹിയ്യതി ലില്ലാഹി വഹ്ദഹ്, അല്ലാഹു സുബ്ഹാനഹു തആലക്ക് മാത്രമാണ് അതിന്റെ അവകാശം. അതാണ് നമ്മൾ അൽ ഇസ്ബാത്ത് എന്ന് പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലയുടെ റുക്നിലൂടെ സ്ഥിരീകരിക്കേണ്ടത്. ഫലാ യക്ഫി അൻ നഫ്യു വലാ യക്ഫി അൽ ഇസ്ബാത്ത്, നഫി മാത്രം മതിയോ? പോരാ. ഇസ്ബാത്ത് മാത്രം മതിയോ? അള്ളാഹു അല്ലാതെ യാതൊരു ഇലാഹുമില്ല, തീർന്ന തൗഹീദ് ഇല്ല, അള്ളാഹു മാത്രമാണ് ആരാധ്യൻ, മറ്റേ പറയുന്നില്ല. അപ്പൊ അള്ളാഹുവിന് ഇബാദത്തുണ്ട്, മറ്റുള്ളവർക്ക് ഇബാദത്താകാം, പൂർണ്ണായോ? അള്ളാഹു അല്ലാത്ത മറ്റെല്ലാവരും ഉപേക്ഷിച്ചു, അപ്പൊ ആരാധന നീ ആർക്ക് നൽകണം? പൂർണ്ണായോ? ഇല്ല. അതുകൊണ്ട് ഈ നഫ്യുന്റെയും ഇസ്ബാത്തിന്റെയും റുക്നുകൾ അത് രണ്ടും ഒരുമിച്ച് നമ്മൾ സ്ഥിരീകരിക്കണം, അത് അംഗീകരിക്കണം. എന്നാലേ തൗഹീദ് പൂർത്തിയാകുകയുള്ളൂ. ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കി ഏതെങ്കിലും ഒന്നെടുത്താൽ തൗഹീദ് പൂർണ്ണമാകുകയില്ല. വമഅനാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അപ്പോൾ ലാ ഇലാഹ ഇല്ലയുടെ മാന എന്താണ്? ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ നമുക്ക് പഠിക്കാം, എല്ലാവരും കാണാതെ പഠിക്കണം, ഒരു പ്രയാസമില്ല. ലാ ഇലാഹ ഇല്ലയുടെ മാനയാണ് നമ്മൾ ഇത്ര നേരം വിശദീകരിച്ചത്. അതിൽ നഫീന്റെയും ഇസ്ബാത്തിന്റെയും 2 റുക്നുകളുണ്ട്. ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് എങ്ങനെ നമുക്കതിന് ചുരുങ്ങിയ രൂപത്തിൽ മാന പറയാം?
ഇമാമികൾ നമ്മളെ പഠിപ്പിക്കുന്നു ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്. പറഞ്ഞു നോക്കാം, ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്, ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്. ന്യായമായും ആരാധിക്കപ്പെടേണ്ടവൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് പറഞ്ഞാൽ ന്യായമായും ആരാധിക്കപ്പെടേണ്ടവൻ അല്ലാഹു മാത്രമാകുന്നു. ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്. വലിഹാദാ, ഇക്കാരണം കൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹുടെ മഅന എന്ന് പറഞ്ഞാൽ ഇർഹമുക്കല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹുടെ മഅന എന്ന് പറഞ്ഞാൽ നഫിയുണ്ട് ഇസ്ബാത്തുണ്ട്. അല്ലാഹു അല്ലാതെ ആരും ആരാധനക്ക് അർഹരല്ല, അർഹൻ അല്ലാഹു മാത്രം. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹുടെ മഅന. ഈ മഅന അറിയാവുന്നത് കൊണ്ടായിരുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിന്റെ മഅന ഇതാകുന്നു, നഫിയും ഇസ്ബാത്തും അടങ്ങുന്ന റുക്നുകൾ അടങ്ങുന്ന മഅനയാകുന്നു എന്നറിയാവുന്നത് കൊണ്ടായിരുന്നു മുശ്രിക്കു ഖുറൈശികളായ മുശ്രിക്കുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കാതിരുന്നത്. കാരണം അറിയാം, ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇബാദത്ത് അല്ലാഹ്ക്ക് മാത്രം വകവെച്ചു കൊടുക്കേണ്ടി വരും. അപ്പൊ അവർ ചെയ്യുന്ന പ്രവർത്തനത്തിനെതിരാവും. فقالوا متعجبين كما ذكر الله رب العالمين. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ അവർ ചോദിച്ച, തൗഹീദ് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ച ഒരു ചോദ്യം അവർ അത്ഭുത സ്തബ്ധരായിക്കൊണ്ട് ചോദിച്ചു. എന്താണ്? അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ, ഞങ്ങൾ ആരാധിക്കുന്ന ലാത്ത ഉസ്സ മനാത്ത, മുൻപ് നൂഹ് നബിയുടെ സമുദായം ആരാധിച്ചിരുന്ന വദ്ദ് സുവാ യഊസ് യഊഖ് നസ്ർ, ഈ ആരാധ്യന്മാരെ എല്ലാം കൂട്ടി മുഹമ്മദ് ഒറ്റ ഇലാഹിനാക്കിയോ? അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം എന്തായിരുന്നു? ഒരാരാധ്യനല്ല, അല്ലാഹ് മാത്രം, ഒറ്റ ഇലാഹ്. അത് അവർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർ പറയാൻ കൂട്ടാക്കിയില്ല. ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്, അത്ഭുതകരമായ, തീർത്തും അത്ഭുത സ്തബ്ധമായ കാര്യമാകുന്നു അതെന്ന് അവർ പറഞ്ഞുപോയി, പ്രതിവചിച്ചുപോയി. അതുകൊണ്ട് അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞില്ല. വഇല്ലാ ഫഹും യഅലമൂന അന്നല്ലാഹ അസ്സ വജല്ല ഹുവൽ ഖല്ലാഖുൽ അലീം, അല്ലെങ്കിൽ അവർക്ക് അറിയാമായിരുന്നില്ലേ അല്ലാഹു ആകുന്നു മഹോന്നതനായ സൃഷ്ടാവ് എന്നവർക്കറിയാമായിരുന്നില്ലേ? വഹുവ റസ്സാഖുൽ കരീം, അവനാകുന്നു ഉദാരനായ ഉപജീവനം നൽകുന്നവൻ എന്നവർക്കറിയാമായിരുന്നില്ലേ? അതായിരുന്നു തൗഹീദ്. അല്ല, അതല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അവർ മനഃപൂർവ്വം അത് പ്രഖ്യാപിക്കാതിരുന്നത്. കമാ ഖാല റബ്ബുനാ തബാറക വ തആല ഫീ കിതാബിഹിൽ കരീം, അല്ലാഹുവിന്റെ കിതാബിൽ പറഞ്ഞതുപോലെ, വലഇൻ സഅൽതഹും, റസൂലേ താങ്കൾ അവരോട് ചോദിക്കുകയാണെങ്കിൽ, മൻ ഖലഖസ് സമാവാതി വൽ അർദ്, ആരാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത് എന്ന് അവരോട് ചോദിക്കുകയാണെങ്കിൽ, ലയഖൂലുന്നല്ലാഹ്, അല്ലാഹു മാത്രമാകുന്നു എന്നവർ പറയും. റുബൂബിയത്തിന്റെ വിഷയത്തിൽ അവർക്ക് അഭിപ്രായ വ്യത്യാസമില്ല. റുബൂബിയത്ത് മാത്രമല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അവർക്ക് ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർ പ്രഖ്യാപിച്ചില്ല. ഇന്ന് ചിലർ ലാ ഇലാഹ ഇല്ലല്ലാഹയെ റുബൂബിയത്തിൽ പരിമിതപ്പെടുത്തിയതുപോലെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സൂറത്തുൽ ലുഖ്മാനിലെ 25-ാമത്തെ ആയത്താണ്. അവർ റുബൂബിയത്ത് അംഗീകരിച്ചിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ റുബൂബിയത്തും ഉലൂഹിയത്തും ഒരുപോലെ അടങ്ങിയിരിക്കുന്നു എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അവരത് പ്രഖ്യാപിച്ചില്ല. ഫകാനു യഅലമൂന മഅന ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവർക്കറിയാമായിരുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഅന എന്താകുന്നു എന്ന് അവർക്കറിയാമായിരുന്നു. ഇസ്ബാത്തും നഫിയും അടങ്ങുന്ന യഥാർത്ഥ മഅന അവർക്കറിയാമായിരുന്നു. വലിദാലിക ലം യഖൂലുഹാ, അതുകൊണ്ട് അവർ പ്രഖ്യാപിച്ചില്ല, അറിഞ്ഞുകൊണ്ട് അവർ പ്രഖ്യാപിച്ചില്ല. വഹാറബു അലാ റഫ്ദിഹാ, അതിനെ തിരസ്കരിക്കാൻ, അതിനെ നാമാവശേഷമാക്കാൻ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ യുദ്ധം പ്രഖ്യാപിച്ചു. യുദ്ധത്തിനു വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരിൽ അവർ അണിനിരന്നു. വലം യത്തബിഊഹാ, അലാ ഇലാഹ ഇല്ലല്ലാഹ് അവർ അംഗീകരിച്ചില്ല, പിൻപറ്റിയില്ല. വകദ്ദബുൽ മബ്ഊസ ബിഹാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് കൊണ്ടുവന്ന അല്ലാഹു അതിനുവേണ്ടി നിയോഗിച്ചയച്ച റസൂലിനെ അവർ കളവാക്കി. വമൻ ഖാല ഹാദിഹിൽ കലിമത ആരിഫൻ ലിമഅനഹാ, അപ്പോൾ ഈ മഅന നഫിയും ഇസ്ബാത്തും അടങ്ങുന്ന റുക്നുകൾ അടങ്ങുന്ന ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ് എന്ന ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഅന അതാരെങ്കിലും അറിഞ്ഞാൽ, പഠിച്ച് തിരിച്ചറിഞ്ഞ് ഉൾക്കൊണ്ട്, ആമിലൻ ബിമുഖ്തദാഹ, അതിന്റെ താല്പര്യം അനുസരിച്ച് പ്രവർത്തിച്ചാൽ, മിൻ നഫി ശിർക്ക്, എന്താണ് അതിന്റെ താല്പര്യം? ശിർക്കെല്ലാം അവൻ തിരസ്കരിക്കുന്നു, ശിർക്കിന്റെ ലാഞ്ചന പോലും അവന്റെ ജീവിതത്തിൽ തൊട്ടുതീണ്ടാതിരിക്കുന്നു. വഇസ്ബാത്തുൽ വഹ്ദാനിയത്തി ലില്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം ഇബാദത്ത് വകവെച്ച് നൽകുന്നു, സ്ഥിരീകരിക്കുന്നു. മൽ ഇഅ്തിഖാദുൽ ജാസിമി ലിമാ തളമ്മനത്ഹു, അതിൽ ഉൾക്കൊള്ളേണ്ടുന്ന അതിന്റെ താല്പര്യങ്ങളെല്ലാം അവൻ വിശ്വസിച്ച് അംഗീകരിക്കുന്നു. വൽ അമലി ബിഹി, അതനുസരിച്ച് അവൻ പ്രവർത്തിക്കുന്നു. അവനാകട്ടെ അൽ മുസ്ലിമു ഹഖ്ഖൻ, അവനാകുന്നു യഥാർത്ഥ മുസ്ലിം. എന്നാൽ ഈ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ ഒരുത്തൻ മുസ്ലിമിന്റെ പേരിട്ട് നടന്നാൽ, വമൻ അമില ബിലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരുത്തൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ച് പ്രവർത്തിക്കുന്നു, കാണുന്നു നമ്മൾ അവനെ മുവഹിദായിട്ട്,
എന്നാൽ മിൻ ഗൈരി ഇഅ്തിഖാദിൻ, അവന് ഹൃദയത്തിൽ അത് അടിയുറച്ചിട്ടില്ല, അവന്റെ ബാഹ്യ പ്രകടനങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവനെ കുറിച്ച് എന്ത് പറയാം? ഖൗലുൽ മുനാഫിഖു ഹഖ്ഖൻ, വിധിക്കുന്നത് അല്ലാഹുവാണ്, നമുക്ക് വിധിക്കാൻ അവകാശമില്ല. എന്നാൽ അങ്ങനെയുള്ള ഒരു മനുഷ്യനാണെങ്കിൽ യഥാർത്ഥമായി അവൻ മുസ്ലിം അല്ല, അവൻ ആരാകുന്നു? അവൻ മുനാഫിഖാകുന്നു. വമൻ ആമില ബിഖിലാഫിഹാ മിനശ് ശിർകി ഫഹുവൽ മുശ്രികുൽ കാഫിർ വഇൻ ഖാലഹാ ബിലിസാനിഹി നുത്ഖൻ. നാക്കുകൊണ്ട് ഒരാൾ പ്രഖ്യാപിക്കുന്നു, ഉച്ചൈത്തരം പ്രഖ്യാപിക്കുന്നു, ആഴ്ചകളിൽ പ്രഖ്യാപിക്കുന്നു, ദിവസങ്ങളിൽ സമയം തിരിച്ച് പ്രഖ്യാപിക്കുന്നു, ഘോരഘോരം പ്രഖ്യാപിക്കുന്നു, എന്നാൽ അവന്റെ പ്രവർത്തനം ഇലാ ഇലാഹ ഇല്ലയുടെ നഫിയും ഇസ്ബാത്തും അടങ്ങുന്ന ഷർത്തിനും ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന മഅനയുടെ പൂർണ്ണതയ്ക്കും വിരുദ്ധമാണെങ്കിൽ അവൻ ശിർക്ക് ചെയ്യുന്നു. അതോടൊപ്പം അവൻ പ്രഖ്യാപിക്കുന്നു, ആരാണ് അവൻ? ഫഹുൽ മുശ്രികുൽ കാഫിർ, അവൻ മുശ്രിക്കും കാഫിറുമാകുന്നു. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്ന യഥാർത്ഥ മുസ്ലിം അവൻ ഇതെല്ലാം തിരിച്ചറിയും, പഠിക്കും, ഉൾക്കൊള്ളും, അതനുസരിച്ച് അമൽ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള അപാരമായ തൗഫീഖ് നമുക്ക് എവർക്കും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ വിശദീകരിക്കപ്പെട്ട ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് നിസ്സാര കാര്യമല്ല. പ്രിയമുള്ളവരെ, എന്റെ സഹോദരങ്ങളെ, ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുന്നവരെ, അത് നിസ്സാര കാര്യമല്ല. അത് അങ്ങേയറ്റത്തെ മഹത്തരമായ ഒരു വചനമാണ്. കലിമത്തുൻ അളീമ, സ്വർഗ കവാടം തുറക്കപ്പെടുന്ന താക്കോലോകുന്ന മഹത്തരമായ കലിമത്താകുന്നത് ഹിയൽ ഉർവത്തുൽ വുസ്ഖ, അത് ബലവത്തായ അള്ളാഹുവിന്റെ പാശമാകുന്നു. അള്ളാഹു മുറുകെ പിടിക്കാൻ വേണ്ടി നമ്മളിലേക്ക് ഇറക്കി തന്ന ബലവത്തായ ഉർവത്തുൽ വുസ്ഖ പാശമാകുന്നു. വകലിമത്തു തഖ്വ, തഖ്വയുടെ വാചകമാകുന്നത്. കലിമത്തുൽ ഇഖ്ലാസ്, ഇഖ്ലാസിന്റെ വചനമാകുന്നു. വഹിയല്ലതി ഖാമത് ബിഹ സമാവാതു വൽ അർദ്, ആകാശ ഭൂമികൾ നിലനിൽക്കുന്നത് അതിനെ സ്ഥാപിക്കുന്നത് കൊണ്ടാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മേലാണ് ആകാശ ഭൂമികൾ നിലനിൽക്കുന്നത്. വശുരിഅ ലിതക്മീലിഹ സുന്നത്തു വൽ ഫർദ്, ഇസ്ലാമിൽ നമ്മൾ നിർബന്ധമായും സുന്നത്തായും ചെയ്യേണ്ടുന്ന അമലുകൾ ഇതിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയാണ് അള്ളാഹു നമുക്ക് ശറഅക്കി തന്നിട്ടുള്ളത്. വലിഅജ്ലിഹാ ജുർരിദത് സുയൂഫുൽ ജിഹാദ്, വലിഅജ്ലിഹാ ജുർരിദത് സുയൂഫുൽ ജിഹാദ്, ജിഹാദിന് പോരാടപ്പെടേണ്ടുന്ന വാളുകൾ, അതിന്റെ വാളുറകളിൽ നിന്ന് സ്വതന്ത്രമാകേണ്ടത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സ്ഥാപനത്തിന് വേണ്ടിയാണ്. ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കീഴിൽ ഇസ്ലാമിക ഭരണാധികാരി അതിന്റെ ശക്തികളൊത്താൽ പുറപ്പെടുവിക്കുന്ന പ്രഖ്യാപനത്തിന്റെ കീഴിൽ ഇസ്ലാമിന്റെ കൊടിക്ക് കീഴിൽ അടിനിരക്കേണ്ടി വന്നാൽ അതെന്തിന്റെ പേരിലാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയാണ്. ഫമൻ ഖാലഹ വഅമില ബിഹാ സിദ്ഖൻ വഇഖ്ലാസൻ വഖബൂലൻ വമഹബ്ബതൻ, അപ്പോൾ ആരെങ്കിലും ഇഖ്ലാസോടുകൂടി, സ്വീകാര്യ സന്നദ്ധതയോടെ, അങ്ങേയറ്റത്തെ ഹുബ്ബോടുകൂടി, സ്നേഹത്തോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹയെ സത്യസന്ധമായി പ്രഖ്യാപിച്ച് അമൽ ചെയ്താൽ അദ്ഖലഹുല്ലാഹുൽ ജന്ന, അവനെയാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുക. അലാ മാ കാന മിനൽ അമൽ, അവന്റെ പ്രവർത്തനങ്ങളിൽ അതല്ലാത്ത പാപക്കറകൾ പുരണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ശിക്ഷയുടെ കാലാവധിക്ക് ശേഷം അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യും, യാതൊരു സംശയവുമില്ല. പിന്നെ അവൻ സ്വർഗ്ഗത്തിൽ ശാശ്വതനായിരിക്കും. അല്ലാഹു നമുക്ക് അതിനുള്ള മഹത്തായ തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നിട്ട് അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസാണ് നമ്മെ ഉണർത്തുന്നത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഷഹിദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു വഅന്ന ഈസ അബ്ദുല്ലാഹി വറസൂലുഹു വകലിമതുഹു അൽഖാഹാ ഇലാ മർയമ വറൂഹും മിൻഹു വൽജന്നതു ഹഖ്ഖുൻ വന്നാറു ഹഖ്ഖുൻ അദ്ഖലഹു അല്ലാഹുൽ ജന്നത അലാ മാ കാന മിനൽ അമൽ. ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന ഷഹാദത്തിന് സാക്ഷ്യം വഹിച്ചു. എങ്ങനെ സാക്ഷ്യം വഹിച്ചു? ഇപ്പറഞ്ഞ രൂപത്തിൽ അതിനെ കുറിച്ചുള്ള ഇൽമ്, അതിന്റെ നഫിയും ഇസ്ബാത്തും പൂർത്തീകരിക്കുന്ന റുക്കുനുകൾ, അതിന്റെ മാന, അത് ഉൾക്കൊള്ളുന്ന അതിന്റെ മാന, അത് പഠിക്കുന്നു, അത് പ്രഖ്യാപിക്കുന്നു, അതിന്റെ താല്പര്യമനുസരിച്ച് അമൽ ചെയ്യുന്നു. ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് സാക്ഷ്യം വഹിച്ചവർ നിഫാഖോടുകൂടി നാക്കുകൊണ്ട് പ്രഖ്യാപിച്ച് പ്രവർത്തിക്കാതെ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനമല്ല, മറിച്ച് ഇങ്ങനെ സാക്ഷ്യം വഹിക്കുന്നു. അതോടൊപ്പം അന്ന ഈസ അബ്ദുല്ലാഹി വറസൂലു, മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഒരു വിഭാഗം ആളുകൾ പറയുന്നു ഈസാ നബി അള്ളാഹുവിന്റെ പുത്രനാകുന്നു. ഇല്ല, മുസ്ലിമിന് ആ വിശ്വാസമില്ല. അവന്റെ വിശ്വാസം എന്താണ്? ഈസ അബ്ദുല്ലാഹി വറസൂലു, അവൻ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം അള്ളാഹുവിന്റെ അടിമയും വറസൂലു, അവന്റെ റസൂലുമാകുന്നു. വകലിമതുഹു അൽഖാഹാ ഇലാ മർയം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാതാവായ മറിയം റളിയല്ലാഹു അൻഹാക്ക്
അള്ളാഹു ഇട്ടുകൊടുത്ത കലിമത്താകുന്നു, വചനമാകുന്നു ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. വറൂഹും മിൻഹ്, അള്ളാഹുവിൽ നിന്നുള്ള റൂഹാകുന്നു, ആത്മചൈതന്യമാകുന്നു ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. വൽ ജന്നത ഹഖ്ഖുൻ, സ്വർഗം ഹക്കാകുന്നു, അത് മിഥ്യയല്ല, അത് കേവലം പൊയ്വാക്കല്ല, അത് ധാരണയല്ല, അത് കേട്ടുകേൾവിയല്ല, അത് സങ്കല്പ കഥകളല്ല, അത് സത്യമാകുന്നു. വന്നാറ ഹഖ്ഖുൻ, നരകവും അതുപോലെ സത്യം തന്നെയാകുന്നു. അദ്ഖലഹുല്ലാഹുൽ ജന്ന അലാ മാ കാന മിനൽ അമൽ. ഇങ്ങനെ ഷഹാദത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ് വ മുഹമ്മദുർ റസൂലുള്ളാഹ് അതിനൊരാൾ സാക്ഷ്യം വഹിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അമലുകളിൽ വന്നിട്ടുള്ള വീഴ്ചകൾക്കപ്പുറത്ത് അവനെ സ്വർഗത്തിൽ ശാശ്വതമായി പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ വക്താക്കളായി നമ്മെ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നീ വായിക്കല്ലേ. ഇത് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹുൽ ബുഖാരി 3435 അതുപോലെ തന്നെ സ്വഹീഹ് മുസ്ലിമിലെ 28ാമത്തെ ഹദീസ്. ഇതുവരെ നമ്മൾ വിശദീകരിച്ചത് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലയുടെ മഅന എന്താണ്, ലാ ഇലാഹ ഇല്ലല്ലയുടെ ആശയം, അതിനെ പൂർത്തീകരിക്കുന്ന 2 റുക്നുകൾ, ആ ലാ ഇലാഹ ഇല്ലല്ല പഠിക്കേണ്ടുന്ന അനിവാര്യത, അതിനെക്കുറിച്ചുള്ള ഇമാമിങ്ങളുടെ സുപ്രധാനമായ ചില വാചകങ്ങൾ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് ഇതാകുന്നു ആദ്യം മുൻഗണന നൽകേണ്ടത് എന്നുള്ള വിഷയത്തിലുള്ള സുപ്രധാനമായ തെളിവുകൾ, അതാണ് നമ്മൾ സൂചിപ്പിച്ചത്. ഇനി ഇൻഷാ അല്ലാഹ് ഷെയ്ഖ് സഈദ് റസ്ലാൻ ഹഫിളഹുല്ലാഹ് ഇതിൽ തുടർന്നുകൊണ്ട് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സ്വർഗത്തിന്റെ താക്കോലിന്റെ പല്ലുകളാകുന്ന ശുറൂത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലയുടെ ശുറൂത്തുകളാകുന്നു, നിബന്ധനകളാകുന്നു. വഖദ് ദക്കറ ഉലമാഉ റഹിമഹുല്ലാഹു തആല, അഹ്ലുസുന്നത്തിന്റെ ഉലമാക്കൾ റഹിമഹുല്ലാഹു തആല റഹിമഹുമുല്ലാഹു തആല അജ്മഈൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം അവന്റെ മർഹമത്ത് നൽകുമാറാകട്ടെ, എന്നെന്നും പ്രവഹിക്കുന്ന നിലനിൽക്കാത്ത റഹ്മത്തും മഗ്ഫിറത്തും അവർക്ക് അല്ലാഹു നൽകുമാറാകട്ടെ. അവർ പറഞ്ഞിട്ടുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലിലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് ശുറൂതുൻ സബ്അത്തുൻ 7 ഷർത്തുകളുണ്ട്, അതിനെ പൂർത്തീകരിക്കുന്ന 7 നിബന്ധനകളുണ്ട്. ലാ തസിഹു ഇല്ലാ ഇദാ ഇജ്തമഅത് വസ്തക്മലഹൽ അബ്ദ്, അതിനെ സമാഹരിച്ചാൽ, അതിനെ ആ 7 ഷർത്തുകളും ഒരുമിപ്പിച്ചാൽ, അല്ലെങ്കിൽ അതിനെ പൂർത്തീകരിച്ചാൽ, ആ 7 ഷർത്തുകളും പൂർത്തീകരിച്ചാൽ അല്ലാതെ ഒരുത്തന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാകാത്ത വിധത്തിലുള്ള ശുറൂത്തുകൾ. അപ്പോൾ 7 ഷർത്തുകൾ, അലൈക്കും അസ്സലാം റഹ്മത്തുള്ളാഹി, 7 ഷർത്തുകൾ അതിനെ സമാഹരിച്ച് നമ്മുടെ ജീവിതത്തിൽ അത് പൂർത്തീകരിച്ചാൽ മാത്രമേ നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് പൂർണ്ണതയും ആരോഗ്യവും കൈവരുകയുള്ളൂ. അത് പൂർത്തീകരിക്കപ്പെടുക ഇതുകൊണ്ട് മാത്രമാണ്. വഖദ് ജമഅഹ ബഅ്ദുഹും ഫീ ഖൗലിഹി, അതിനെ 2 വരികളുള്ള ഒരു ബൈത്തിന്റെ രൂപത്തിൽ ഉലമാക്കൾ അതിനെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇൽമുൻ യഖീനുൻ വ ഇഖ്ലാസുൻ വ സിദ്ഖുക മഅ മഹബ്ബത്തിൻ വൽ ഖിയാദിൻ വൽ ഖബൂലി ലഹാ. ഒന്നാമത്തേത് അതിന്റെ 7 ഷർത്തുകൾ. ഒന്നാമത്തേത് ഇൽം, പിന്നെ യഖീൻ, ഇഖ്ലാസ്, സിദ്ഖ്, മഹബ്ബത്ത്, ഇൻഖിയാദ്, ഖബൂൽ. എത്രണ്ണായി? 7 എണ്ണം. ഇൽമ്, യഖീന്, ഇഖ്ലാസ്, സിദ്ഖ്, മഹബ്ബത്ത്, ഇൻഖിയാദ്, ഖബൂൽ. ഇതിന്റെ ക്രമം തെറ്റിച്ചും ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഇത് തന്നെയാകണമെന്നില്ല ഇതിന്റെ ക്രമം. ഷെയ്ഖ് സഈദ് റസ്ലാൻ ഹഫിളഹുല്ലാഹ് ഇതിൽ വിശദീകരിക്കുന്ന ക്രമം ഇപ്പറഞ്ഞ കോലത്തിലല്ല. വഖാല ഷെയ്ഖ് ഹാഫിള് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹു തആല, മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, മൻ ഖാലഹ മുഅ്തഖിദൻ മഅനാഹ, ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചു, മുഅ്തഖിദൻ മഅനാഹ, നമ്മൾ മേൽ വിശദീകരിച്ച അതിന്റെ മഅന, അതിനെ ഉൾക്കൊണ്ട് അതിനറിഞ്ഞുകൊണ്ട് ഒരുത്തൻ പ്രഖ്യാപിച്ചു, എന്നിട്ടോ വകാന ആമിലൻ ബിമുഖ്തലാഹ, അതിന്റെ താല്പര്യം അനുസരിച്ച് അവൻ അമൽ ചെയ്തു, ഫിൽ ഖൗലി വൽ ഫിഅലി, വാക്കിലും പ്രവർത്തനത്തിലും അതവന്റെ ജീവിതത്തിൽ നിറഞ്ഞു നിന്നു, വമാഅത മുഅ്മിനൻ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവൻ മുഅ്മിനായി മരിച്ചു, മരണമടഞ്ഞു, യുബ്അതു യൗമൽ ഹശ്രി നാജിൻ ആമിന, അവൻ പുനരുത്ഥാനത്തിന്റെ ദിവസത്തിൽ നിർഭയനായി സുരക്ഷിതനായി അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പുനർജീവിപ്പിക്കും.
فإن معناها الذي عليه دلت يقينا وهدت إليه أن ليس بالحق إله يعبد إلا الإله الواحد المتفرد. എന്താണ് അതിനെ ഉറപ്പായും പൂർത്തീകരിക്കുന്ന നമുക്ക് ഹിദായത്ത് ലഭിക്കേണ്ട ആ മാന? ഇപ്പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹുടെ മാന എന്താണ്? അന്ന ലൈസ ബിൽ ഹഖ് ഇലാഹുൻ യുഅബദ് ഇല്ലൽ ഇലാഹുൽ വാഹിദുൽ മുതഫർരിദ്. ന്യായമായും ആരാധിക്കപ്പെടേണ്ട ആരാധ്യൻ ഇല്ലൽ ഇലാഹുൽ വാഹിദുൽ മുതഫർരിദ്, ഏകനായ അദ്വിതീയനായ അല്ലാഹു മാത്രം. അല്ലാഹു ഏകൻ ആ വിഷയത്തിൽ. അതാകുന്നു അതിന്റെ താല്പര്യം. ബിൽ ഖൽഖി, അവന്റെ സൃഷ്ടിപ്പിൽ, വറിസ്ഖി, അവൻ നൽകുന്ന റിസ്ഖിന്റെ വിഷയത്തിൽ, വബിത്തദ്ബീരി, അവന്റെ നിയന്ത്രണാധികാരത്തിന്റെ വിഷയത്തിൽ, ജല്ല അനി ശരീകി വന്നളീർ, സമന്മാരും പങ്കുകാരും ഇല്ലാത്ത വിധം അവൻ അങ്ങേയറ്റത്തെ ശ്രേഷ്ഠനാകുന്നു. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് സാർത്ഥകമാകണമെങ്കിൽ മഹാനായ ഷെയ്ഖ് അൽ ഹാഫിദ് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി തുടർന്ന് പറയുന്നു, വബിശുറൂത്തിൻ സബഅത്തിൻ ഖദ് ഖുയിദത്, ഇത് പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ അതിനെ തുടർന്നുകൊണ്ട് അതിനോടനുബന്ധമായ 7 ഷർത്തുകൾ അതോടൊപ്പം ഉണ്ടാകണം. വഫീ നുസൂസിൽ വഹി ഹഖ്ഖൻ വറദത്, അത് അഹ്ലുസ് സുന്നത്തിന്റെ ഇമാമിയങ്ങൾ ഒരടിസ്ഥാനവുമില്ലാതെ പുതുതായി പടച്ചുണ്ടാക്കിയതല്ല. ചിലർ പറഞ്ഞേക്കാം ഇതൊക്കെ പുതിയ കാര്യങ്ങളാണല്ലോ, നമ്മളും വർഷങ്ങളായി ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വക്താക്കളാകുന്നു, നമ്മളും തൗഹീദിന് വേണ്ടി ശബ്ദിക്കുന്നവരാകുന്നു, നമ്മുടെ തൗഹീദിന്റെ പാരമ്പര്യം ശബ്ദിക്കാൻ തുടങ്ങും, ഇതൊക്കെ നമ്മൾ പുതുതായി കേൾക്കുന്നതല്ലോ. ഇത് പുതുതായി കേൾക്കുന്നതല്ല, മറിച്ച് ഷെയ്ഖ് ഇബ്നു ഹജർ ഹാഫിദ് റഹിമഹുല്ലാഹ് അൽ ഹാഫിദ് നമ്മെ പഠിപ്പിക്കുന്നു, വഫീ നുസൂസിൻ വഹ്യി ഹഖ്ഖൻ വറദത്, വഹ്യിന്റെ നുസൂസുകളിൽ, അല്ലാഹുവിന്റെ വഹ്യിന്റെ നുസൂസാകുന്ന കിതാബിലും സുന്നത്തിലും ഹഖ്ഖൻ വറദത്, സത്യമായും വന്നിട്ടുള്ള കാര്യമാകുന്ന ആ ഷർത്തുകൾ വെറുതെ ഉലമാക്കൾ ക്രോഡീകരിച്ചതല്ല, കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ. ഇൻഷാ അല്ലാഹ് അത് പഠിക്കുമ്പോൾ നമുക്കത് ബോധ്യപ്പെടും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ ഇദ്ൻ, അള്ളാഹുവിന്റെ ഫളൽ അള്ളാഹു അതിനെ അനുകൂലമാക്കി തരുമാറാകട്ടെ. ഫഇന്നഹു ലം യൻതഫി ഖായിലുഹാ ബിന്നുതുഖ് ഇല്ലാ ഹൈതു യസ്തക്മിലുഹാ. അപ്പോൾ ഇപ്പറഞ്ഞ നസ്സിന്റെ നുസൂസുകളിൽ വന്നിട്ടുള്ള ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ശുറൂത്തുകൾ അത് പൂർത്തീകരിച്ചാലല്ലാതെ ഒരാൾ കേവലം പ്രഖ്യാപിച്ചാൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവന് ഉപകരിക്കുകയില്ല, അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ല. ഏതാകുന്ന ശുറൂത്തുകൾ? ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് അൽ ഹാഫിദ് അദ്ദേഹം വീണ്ടും നമ്മെ പഠിപ്പിക്കുന്നു, അൽ ഇൽം വൽ യഖീൻ വൽ ഖബൂൽ വൽ ഇൻഖിയാദ് വസ്സിദ്ഖ് വൽ ഇഖ്ലാസ് വൽ മഹബ്ബ. ഈ ക്രമപ്രകാരമാണ് ഷെയ്ഖ് സഈദ് റസ്ലാൻ ഹഫിദഹുല്ലാഹ് ഇതിൽ നമ്മെ പഠിപ്പിക്കുന്നു. അൽ ഇൽമു വൽ യഖീനു വൽ ഖബൂലു വൽ ഇൻഖിയാദു വസ്സിദ്ഖു വൽ മഹബ്ബത്തു വസ്സിദ്ഖു വൽ ഇഖ്ലാസു വൽ മഹബ്ബത്തു. അവസാന മഹബ്ബത്ത്. ഒന്നുകൂടെ പറയാം. അൽ ഇൽമു വൽ യഖീനു വൽ ഖബൂലു വൽ ഇൻഖിയാദു വസ്സിദ്ഖു വൽ ഇഖ്ലാസു വൽ മഹബ്ബത്തു. മഹബ്ബത്ത് എന്ന് പറയുന്നത് അത് ഉറുദു വേർഡാണ്. മുഹബ്ബത്ത്, മഹബ്ബത്താണ് അറബി. മഹബ്ബത്ത് എല്ലാം ഫത്ഹാണ്. മഹബ്ബത്ത്. ഒന്നും കൂടെ പറയാം. അൽ ഇൽമു വൽ യഖീനു വൽ ഖബൂലു വൽ ഇൻഖിയാദു വസ്സിദ്ഖു വൽ ഇഖ്ലാസു വൽ മഹബ്ബത്തു. ഇനി ഷെയ്ഖ് സഈദ് റസ്ലാൻ ഹഫിദഹുല്ലാഹ് അതിനെ നമ്മെ വിശദീകരിച്ചു തരികയാണ്. തുടങ്ങണം നമ്മളിന്ന്? അടുത്ത ക്ലാസ്സിൽ മതിയോ? ഉണ്ടല്ലേ? ഫഅവ്വലുഹാ, ഈ ഷർത്തുകളിൽ ഒന്നാമത്തേത് അൽ ഇൽമു. നിങ്ങൾ നോക്ക്, ദീനിന്റെ ഏത് വിഷയവും നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഏത് പ്രതിസന്ധി നമ്മളിൽ ഉണ്ടാകുമ്പോൾ ആദ്യം നമുക്ക് ഉണ്ടാവേണ്ടത് എന്താണ്? ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാൻ, സബാത്തിലായി മരിക്കാൻ, ഇസ്തിഖാമത്ത് കൈവരിക്കാൻ ഏറ്റവും അടിസ്ഥാനപരമായി നമ്മളിൽ ഉണ്ടാകേണ്ട യോഗ്യത എന്താണ്? ഇൽമു ഉണ്ടാക്കുക എന്നുള്ളതാണ്, പഠിക്കുക എന്നുള്ളതാണ്. അതിന് ചിലപ്പോൾ പള്ളിന്റെ മൂലയിൽ ചടഞ്ഞുകൂടി അള്ളാഹുമായുള്ള ബന്ധം മാത്രം മുന്നിൽ കൊണ്ട് ഇരിക്കേണ്ടി വരും. അതിനെ കളിയാക്കിയിട്ട് കാര്യമില്ല. അത് ആ നിയ്യത്ത് ഇഖ്ലാസോടുകൂടി നിർവഹിച്ചാൽ മാത്രമേ പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ. അല്ലാത്തവർ ആഗോള ദഅവത്തുമായി മുന്നിട്ടിറങ്ങും, യുഗയുഗാന്തരങ്ങളോളം അവർ പ്രവർത്തിക്കും.
എന്നാൽ പൂർത്തീകരിക്കപ്പെടേണ്ട ഷർത്തുകൾ പൂർത്തീകരിക്കപ്പെടാതെ അഹ്ലുസുന്നത്തിന്റെ സലഫുകളുടെ മാതൃകയില്ലാതെ ഘോര ശബ്ദിച്ചിട്ട് ഒരു ഫായിദയുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അടിക്കാനം പൊളിഞ്ഞാൽ എന്ത് പടുത്തുയർത്തിയിട്ട് ഒരു കാര്യമില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിത് നിലനിർത്തി തരുമാറാകട്ടെ. നമ്മുടെ ഇഖ്ലാസ് നന്നാക്കുമാറാകട്ടെ. നമ്മളാരെയും വിമർശിക്കാൻ, നമുക്ക് നമ്മുടെ ഇൽമ അനുസരിച്ച് അമൽ ചെയ്ത് ആ അമലിൽ നിലനിന്ന് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഫഅവ്വലുഹാ അൽ ഇൽം, അതിലാദ്യത്തെ ഷർത്ത് അൽ ഇൽം. അൽ ഇൽമു ബിലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് നമ്മൾ പഠിക്കണം. നമുക്ക് അതിനെ കുറിച്ചുള്ള അറിവുണ്ടാകണം. നേരത്തെ പറഞ്ഞ പോലെ ബിമഅനാഹ, അതിന്റെ ആശയം, അതിന്റെ അർത്ഥം, അതിന്റെ മാന എന്താണ് നമ്മൾ പഠിക്കണം. നഫ്യൻ വ ഇസ്ബാതൻ, നഫ്യന്റെയും ഇസ്ബാത്തിന്റെയും റുക്നുകൾ അടങ്ങുന്ന അതിന്റെ മാന നമ്മൾ പഠിക്കണം. അത് പഠിക്കണം. അത് പഠിക്കാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരുത്തൻ ദഅവത്ത് ചെയ്താൽ അല്ലാഹുവിന് തുല്യം മറ്റുള്ളവരെയും സ്നേഹിക്കേണ്ടി വരുമെന്ന് പറയേണ്ടി വരും. അവന് അറിയാതെ ജഹലവന് വിളമ്പേണ്ടി വരും. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. വൽ ഇൽമു ബിമാ തസ്തൽസിമുഹു മിൻ അമലിൻ, അത് പഠിക്കുന്നതോടൊപ്പം ഞാൻ എപ്പോഴും നിങ്ങളുമായി കണ്ടുമുട്ടുന്ന അവസരത്തിലെല്ലാം പറയലുണ്ട്, ഇൽമ എന്ന് പറഞ്ഞാൽ അത് ഇൽമാവ് എപ്പോഴാണ്? അത് വെറുതെ ഇങ്ങോട്ട് കേട്ടിട്ട് നമ്മൾ പോയാൽ അത് ഇൽമാവില്ല. നമ്മളത് അമലാക്കിയാൽ പഠിക്കാൻ വേണ്ടി പഠിക്കലല്ല, പ്രവർത്തിക്കാൻ വേണ്ടി പഠിക്കല, കേൾക്കാൻ വേണ്ടി പഠിക്കലല്ല. എന്റെ വൈജ്ഞാനിക നിലവാരത്തിലേക്ക് ഒരു പൊൻതൂവലായി, ഒരു മുതൽക്കൂട്ടായി ഈ സദസ്സ് എന്ന് പറയലാണോ? അല്ല, ഇൽമ അമലാക്കാനാകുന്നു. അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞത് ഇൽമോ അമലും പരസ്പരം പൂരകമാണ്, അത് വേർപ്പെടുത്താൻ പറ്റില്ല. ഇൽമില്ലാത്ത, അമലില്ലാത്ത ഇൽം, പ്രവർത്തനമില്ലാത്ത കേവലം വൈജ്ഞാനികമായ അറിവ്, ഇൻഫർമേഷനിൽ മാത്രം ഒതുങ്ങുന്ന അറിവ്, മാരിഫ, അത് ഫലം കായ്ക്കാത്ത വൃക്ഷത്തെ പോലെയാണ്. ഒരു ഉപകാരവുമില്ലാത്ത, നമുക്ക് തടസ്സമായി വിഘാതമായി നിൽക്കുന്ന ഒരു മരം, എപ്പോഴും പൊളിഞ്ഞു വീഴാൻ പറ്റുന്ന ഒരു മരം പോലെയാണ്. ഏത്? മാത്രവുമല്ല ഇൽമില്ലാതെ ഈ അമലില്ലാതെ നമ്മൾ ഇൽമുമായി ചെന്നാൽ ഈ ഇൽമു നമുക്കെതിരെ സാക്ഷിയാവും അല്ലാഹുവിന്റെ കോടതിയിൽ. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ആ ഇൽമിന് അനുകൂലമായി നമുക്ക് സാക്ഷി പറയിപ്പിക്കണമെങ്കിൽ എന്തില്ലാതെ പറ്റില്ല? അമലില്ലാതെ സാധ്യമല്ല. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കുന്നു, അതിന്റെ മഅന നഫ്യും ഇസ്ബാത്തും അടങ്ങുന്ന അതിന്റെ റുക്നുകൾ നമ്മൾ പഠിക്കുന്നു. വൽ ഇൽമു ബിമാ തസ്തൽസിമുഹു മിൻ അമലിൻ, ആ ഇൽമ അനിവാര്യമാക്കി തീർക്കുന്ന, നമ്മൾ പഠിച്ച ഇൽമ എന്താണോ അതിന്റെ തേട്ടമനുസരിച്ച് നമ്മൾ അമൽ ചെയ്യണം. فإذا علم العبد أن الله عز وجل هو المعبود, ഏതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കുമ്പോൾ ഒരു അടിമ, അള്ളാഹുവിന്റെ അടിയാൻ അടിസ്ഥാനപരമായി അറിയുന്നത് എന്താണ്? അള്ളാഹുവിന്റെ ഉബൂദിയത്ത്, ആരാധിക്കപ്പെടേണ്ടവൻ ന്യായമായും അള്ളാഹു മാത്രം. ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്, ന്യായമായും അള്ളാഹു മാത്രം, വേറൊന്നുമില്ല, വേറാരുമില്ല. വഹ്ദഹു ലാ ശരീക ലഹ്, അവൻ ഏകനാകുന്ന വിഷയത്തിൽ അവന് യാതൊരു പങ്കുകാരുമില്ല. വഅന്ന ഇബാദത ഗൈരിഹി ബാത്തില, അവന് പുറമെ മറ്റുള്ളവർക്ക് നൽകുന്ന ഇബാദത്ത്, അത് ദുആ ആകട്ടെ, നേർച്ചയാകട്ടെ, ബലിയാകട്ടെ, സഹായത്തേട്ടമാകട്ടെ, ഇസ്തിഗാസ, ഇസ്തിആന, ഇസ്തിആദ, അഭയത്തേട്ടമാകട്ടെ, അള്ളാഹുവിന് മാത്രം വകവെച്ചു കൊടുക്കേണ്ട സ്നേഹമാകട്ടെ, അള്ളാഹുവിന് നമ്മൾ പേടിക്കേണ്ടുന്ന ഭയമാകട്ടെ, അള്ളാഹു നമ്മൾ അർപ്പിക്കേണ്ട പ്രതീക്ഷയാകട്ടെ, അള്ളാഹു നമ്മൾ ഏൽപ്പിക്കേണ്ട ഭരമേൽപ്പിക്കലാകട്ടെ, തവക്കുലാകട്ടെ, അതുപോലെ തന്നെ അൽ ഇനാബത്ത് വൽ ഖുശൂ വൽ ഖശ്യ, ഇതെല്ലാം ഇബാദത്തിന്റെ ഇനങ്ങളാണ്. കേവലം ദുആയോ, കേവലം പ്രാർത്ഥനയോ, കേവലം സഹായത്തേട്ടമോ മാത്രമല്ല. ഇതെല്ലാം അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് നമ്മൾ തിരസ്കരിച്ചുകൊണ്ടത് നിരർത്ഥകമാണ്, ബാത്തിലാണ് എന്ന് മനസ്സിലാക്കുന്നു. എന്നിട്ട് വഅമില ബിമുഖ്തദാ ദാലികൽ ഇൽം, അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നു. ഫഹു ആലിമുൻ ബിമഅന ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവനെ കുറിച്ച് പറയുന്നത് അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിച്ചിട്ടുണ്ട്. അല്ലാത്തവർ ഈ പഠന മാതൃക സലഫിയത്തിന് അനുഗുണമായി ഉൾക്കൊള്ളാത്തവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞാൻ വർഷങ്ങളോളം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവന്റെ പ്രഖ്യാപനം അള്ളാഹുവിൽ സ്വീകാര്യമല്ല. ജനങ്ങളുടെ സ്വീകാര്യതയല്ല അവിടെ അളവുകൾ, അള്ളാഹുവിന്റെ സ്വീകാര്യത. അള്ളാഹുവിന്റെ സ്വീകാര്യത കണക്കാക്കുക ഈ അടിസ്ഥാനത്തിലാകുന്നു. ഫഹു ആലിമുൻ ബിമഅന ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ട് ഈ ഷർത്തുകൾ പൂർത്തീകരിച്ച് അതിനെ പഠിച്ച് അതിന്റെ താല്പര്യമനുസരിച്ച് പ്രവർത്തിച്ചാൽ അവനെ കുറിച്ച് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് കുറിച്ച് പഠിച്ച ആലിമാണ് കേട്ടോ അവൻ എന്ന് പറയാം. അല്ലാത്തവൻ അവൻ ആലിമല്ല, ജാഹിൽ. വദിദ്ദുൽ ഇൽമി അൽ ജഹൽ. ഇനി എന്താണ് ഇൽമിന്റെ എതിർ? ഇൽമിന്റെ വിപരീതം എന്താകുന്നു? അൽ ജഹൽ, അജ്ഞത, വിവരക്കേട്. ബിഹൈതു ലാ യഅലമു വുജൂബ ഇഫ്റാദില്ലാഹി ബിൽ ഇബാദ, അല്ലാഹുവിന് മാത്രമാണ് ഇബാദത്ത് എന്ന ഉബൂദിയത്തിന്റെ വഹ്ദാനിയത്ത് അവർ അംഗീകരിക്കുന്നില്ല. അവനെന്താണ് ആ വിഷയത്തിൽ അറിവില്ല.
ജഹലാകുന്നു. ഒരാൾ അത് അറിഞ്ഞില്ലെങ്കിൽ, അറിഞ്ഞില്ലെങ്കിൽ അവന് ജഹലാണ്. അള്ളാഹു തൗഹീദ് പഠിച്ചിട്ട് ഒരുത്തൻ അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്താൽ അവന് തൗഹീദിൽ ജഹലാണുള്ളത്, അവന് വിവരമില്ല. ബൽ യറാ ജവാസ ഇബാദത്തി ഗൈരില്ലാഹി മഅ അല്ലാഹ്, അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിച്ചിട്ട് അള്ളാഹുവിന് പുറമെയുള്ളവർക്ക് ഇബാദത്ത് നൽകാം. അള്ളാഹുവിന് പുറമെയുള്ളവർക്ക് നൽകാം. അള്ളാഹുവിന് പുറമെയുള്ളവർക്ക് നൽകുന്നത് നമുക്ക് അവർക്ക് കഴിവിടുന്ന് വിചാരിച്ചിട്ടല്ല. അള്ളാഹു അവർക്ക് കൊടുത്ത കഴിവനുസരിച്ചാണ് നമ്മൾ അവരോട് തേടുന്നത്. അതുമല്ല, നമ്മൾ അവരിലേക്ക് തേടുന്നത് നമ്മൾക്ക് അള്ളാഹുവിലേക്ക് നേരിട്ട് ബന്ധപ്പെടാൻ അവകാശമില്ലാത്തത് കൊണ്ടാണ്. നമ്മൾ പാപികൾ, ദോഷികൾ, ന്യൂനത പേറുന്നവർ, അള്ളാഹു സമ്പൂർണനായ ഒരു ന്യൂനതയുമില്ലാത്തവൻ, അള്ളാഹുലേക്ക് പാപികളായ ദോഷികളായ നമ്മൾ എങ്ങനെ നേർക്കുനേരെ കരം നീട്ടും? നമ്മൾ അള്ളാഹുലേക്ക് അടുത്ത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന അമ്പിയാക്കൾ, സ്വാലിഹീങ്ങൾ, ഔലിയാക്കൾ, അവരിലേക്ക് നമ്മുടെ കാര്യങ്ങൾ നിരത്തുന്നു. അവരിൽ നമ്മൾ തവക്കുലേക്കുന്നു. നമ്മളൊന്ന് ശുപാർശ ചെയ്യണട്ടോ, അവരോട് നമ്മൾ ആവശ്യപ്പെടുന്നു, അവരോട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഇത്രേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഈ ചങ്ങായി ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് പഠിച്ചവനാണോ? അല്ല. വഹുവ ജാഹിൽ, അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ചുള്ള അറിവില്ലാത്ത അജ്ഞനാകുന്നു. ഖാല തആല, എന്താണ് ഇതിനുള്ള തെളിവ്? ലാ ഇലാഹ ഇല്ലല്ലാഹയാകുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷർത്തുകളിൽ ഒന്നാമത്തെ കാര്യമാകുന്നു അൽ ഇൽം എന്ന് പറയുന്നതിന് ഉലമാക്കൾക്കുള്ള തെളിവ് എന്താകുന്നു? ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. സൂറത്ത് മുഹമ്മദ് 19-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫഅലം, നീ അറിയുക, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിശ്ചയമായും ഇബാദത്തിന് അർഹൻ, ന്യായമായും. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ എപ്പോഴും നമുക്ക് മാനയായിട്ട് ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ് എന്ന അനുബന്ധമായി ഓർമ്മ വരണം. ഇബാദത്തിന് അർഹൻ ന്യായമായും അല്ലാഹു മാത്രമാണ് എന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് നീ അറിയണം, പഠിക്കണം. നീ ആദ്യം പഠിക്കണം. എന്നിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിന്റെ ശേഷങ്ങൾ പരിശോധിച്ച് നോക്കൂ. ഫസ്തഗ്ഫിർ ലിദംബിക്, എന്നിട്ട് നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയേണ്ട പോലെ അറിഞ്ഞിട്ട് പഠിച്ചിട്ട് നീ അമൽ ചെയ്യേ. ആരാധിക്കപ്പെടാൻ ആരും അർഹതയില്ലാത്ത അള്ളാഹുവിന് മാത്രം അർഹതയുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മാന പൂർത്തീകരിച്ച് പഠിച്ച് നീ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യ്, ഇസ്തിഗ്ഫാർ നടത്ത്, അമൽ ചെയ്യ്. ഇൽമിന് ശേഷമാണ് അള്ളാഹു അമൽ പറഞ്ഞത്. അതുകൊണ്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. അത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷർത്താകുന്നു, ഒന്നാമത്തെ ഷർത്താകുന്നു എന്നുള്ളതിന് സുപ്രധാനമായ തെളിവാകുന്നു സൂറത്ത് മുഹമ്മദിലെ 19-ാമത്തെ ആയത്ത്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. فأول شروط لا إله إلا الله العلم بمعناها نفيا وإثباتا وما تستلزمه من العمل علما ينافي الجهالة. അപ്പോൾ പറഞ്ഞു തന്നെ ഒന്നുകൂടി സംക്ഷിപ്തമായി അദ്ദേഹം നമ്മളെ സൂചിപ്പിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷർത്തുകളിൽ ഒന്നാമത്തെ ഷർത്ത് ഇൽമാകുന്നു. എന്തിനെ കുറിച്ച് നമുക്ക് ഇൽമു വേണ്ടത്? സമകാലിക സാഹചര്യങ്ങളുടെ സാധ്യതകൾ അനുസരിച്ച് എങ്ങനെ ആധുനികമായി സലഫിയത്തിന്റെ ദഅവത്തിന് നമ്മളെ പരിണമിപ്പിക്കാം, അതിന് ആവശ്യമായിട്ടുള്ള നൂതന വിദ്യകൾ, നൂതന സംരംഭങ്ങൾ എങ്ങനെയാണ് ഒരേ സമയം ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും നമുക്ക് എങ്ങനെ ദഅവത്ത് എത്തിക്കാം, അതൊക്കെ നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. ആദ്യം അതിനുവേണ്ടി ഇറങ്ങുന്ന ഒരു കുത്തിരുന്ന് പഠിക്കട്ടെ, പള്ളിമൂലയിൽ ഇരുന്നിട്ട്. അതാണ് അതിന്റെ അൽ ഇൽമു ബിമഅനാഹ, അതിന്റെ മാന പഠിക്കണം. നഫ്യൻ വ ഇസ്ബാതൻ, നഫ്യും ഇസ്ബാത്തും അടങ്ങുന്ന റുക്നുകൾ പൂർത്തീകരിച്ച് പഠിക്കണം. വമാ തസ്തൽസിമുഹു മിനൽ അമൽ, അമൽ അതിനനിവാര്യമായ പ്രവർത്തനം അതോടൊപ്പം അനുബന്ധമായി ഉണ്ടാകണം, അല്ലെങ്കിൽ അത് ഇൽമാവൂല. ഉലമാക്കൾ എപ്പോഴും ഇൽമു പറയുമ്പോൾ അമൽ പറയുന്നു. കാരണം ഇൽമും അമലും പരസ്പരം പൂരകമാകുന്നു. ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. അള്ളാഹു ഇൽമനുസരിച്ച് അമൽ ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. ഇൽമൻ യുനാഫിൽ ജഹാല, എങ്ങനത്തെ ഇൽമായിരിക്കണം? ഒറ്റ ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് പഠിക്കുന്നു, പിന്നെ ജഹാലത്തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ചിട്ട് അല്ലേ? ഈ ഷർത്ത് പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ പഠനം അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഈ ഷർത്തുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയുന്നു. ഇന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹയ്ക്ക് വേണ്ടി ശബ്ദിക്കുന്നവർ എത്രമാത്രം ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിച്ചിട്ടുണ്ട് എന്ന് ഇതിന്റെ ഷർത്തുകൾ പഠിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഫضലുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എത്രമാത്രം ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് ഞങ്ങൾക്ക് അറിവുണ്ട്, നമുക്ക് അറിവുള്ളതല്ലേ നമ്മൾ പറയുന്നുള്ളൂ എന്ന് പറയുന്നവർ എത്രമാത്രം അതിൽ അറിവുള്ളവരാണ് എന്ന്, അല്ലെങ്കിൽ അവരുടെ അറിവുകളുടെ ആ വിഷയത്തിൽ എത്രമാത്രം വ്യാപ്തിയുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാവും ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോ ഇൽമുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ ഇൽമായിരിക്കണം? ആ വിഷയത്തിലുള്ള ജഹ്ല് നീങ്ങുന്ന ഇൽമായിരിക്കണം. ഇൽമുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെയും ജഹ്ല് വിളംബരം ചെയ്താലോ ആ വിഷയത്തിൽ ഇൽമുണ്ടെന്ന് പറയാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇൽമുണ്ടാക്കുമ്പോൾ ആ ജഹാലത്ത് മാറുന്ന ഇൽമുണ്ടാക്കണം. അതുകൊണ്ടാണ് ഉലമാക്കൾ ഇൽമിന്റെ ഘട്ടങ്ങളിൽ പറഞ്ഞത് ഇസ്തിമാ, ഫഹം, കേൾക്കണം, ശ്രദ്ധിച്ച് അത് മനസ്സിലാക്കണം. കേട്ടിട്ട് മനസ്സിലാക്കാതെ പോയാലോ അള്ളാഹു ആ ഷർറിൽ നിന്ന് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ, സുരക്ഷിതരാക്കുമാറാകട്ടെ. അപ്പോൾ എന്താണ് അതിനുള്ള തെളിവ്? സൂറത്തുൽ മുഹമ്മദിലെ
19-ാമത്തെ ആയത്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. വഖാല സുബ്ഹാനഹു വതആല, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, രണ്ടാമത്തെ തെളിവ് സൂറത്ത് സുഖ്റുഫിലെ 86-ാമത്തെ ആയത്. സൂറത്ത് സുഖ്റുഫ് 86-ാമത്തെ ആയത്. വലാ യംലികു അല്ലദീന യദ്ഊന മിൻ ദൂനിഹി അശ്ശഫാഅത ഇല്ലാ മൻ ശഹിദ ബിൽ ഹഖ്. അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് പുറമെ മധ്യവർത്തികളായി, നിദ്ദുകളായി, സമന്മാരായി ഇസ്ലാമിനെ മുറിച്ചു കളയുന്ന, ഇസ്ലാമിനെ നശിപ്പിച്ചു കളയുന്ന രണ്ടാമത്തെ കാര്യത്തിൽ ഉലമാക്കൾ എണ്ണിയതാണ് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് പുറമെ അവന് സമന്മാരായി മധ്യവർത്തികളെ സ്വീകരിക്കുന്നു, വസായിത്തുകളെ സ്വീകരിക്കുന്നു. എന്നിട്ട് അവരിൽ ഫലമേൽപ്പിക്കുന്നു. അള്ളാഹുവിലേക്ക് കാര്യമേൽപ്പിക്കാൻ വേണ്ടിയിട്ട് അവരോട് പറയുന്നു, അവരോട് പ്രാർത്ഥിക്കുന്നു, അതുപോലെ തന്നെ അവരിൽ ശുപാർശ അർപ്പിക്കുന്നു. ഇത് അല്ലാഹു സുബ്ഹാനഹു വതആല അവന് സ്ഥിരീകരിച്ച തൗഹീദിന് കടകവിരുദ്ധമാണല്ലോ. വലാ യംലികു അല്ലദീന യദ്ഊന മിൻ ദൂനിഹി ശഫാഅത്ത്. അവരോട് ശഫാഅത്ത് ചോദിക്കണമെങ്കിൽ അവർക്ക് ശഫാഅത്തിന് ഉടമസ്ഥത വേണ്ടേ? അവർക്കുണ്ടോ ശഫാഅത്തിന് ഉടമസ്ഥത? ഇല്ല. അള്ളാഹുവിന് പുറമെ അവർ തേടുന്ന, അവർ ദുആ ചെയ്യുന്ന, പ്രാർത്ഥിക്കുന്ന ആളുകൾ ഒരിക്കലും ശഫാഅത്തിന് ഉടമപ്പെടുത്തിയിട്ടില്ല. അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ അവർ ഉടമപ്പെടുത്തുകയുമില്ല. എന്നാൽ ഇല്ലാ മൻ ശഹിദ ബിൽ ഹഖ്, അല്ലാഹു സുബ്ഹാനഹു വതആല അതിന്റെ അനുമതി ചിലർക്ക് നൽകും. ആർക്കാണത്? ഇല്ലാ മൻ ശഹിദ ബിൽ ഹഖ്, ഹഖ് കൊണ്ട് സാക്ഷ്യം വഹിച്ചവർക്കൊഴികെ. അള്ളാഹു അവർക്ക് നൽകുള്ളൂ. ശിർക്ക് ചെയ്യുന്ന, എന്നിട്ട് അവർ നമ്മളെ ശുപാർശ ചെയ്യുന്ന പറയുന്നവർക്ക് അള്ളാഹു അതിനുള്ള അനുമതി നൽകുമോ? അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അതിനുള്ള കാരണക്കാരാക്കും അവരെ? ഇല്ല. ഹക്കിന് അവർ സാക്ഷ്യം വഹിക്കണം. ഏതാണ് ഹഖ്? ആ ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. ഉലമാക്കൾ അതിന് തഫ്സീർ വന്നിട്ടുള്ളത് ഷഹിദ ബിൽ ഹഖ് എന്ന് പറഞ്ഞാൽ ഷഹിദ ബിലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഏറ്റവും വലിയ ഹക്കിനാണ് അവർ സാക്ഷ്യം വഹിക്കേണ്ടത്. എങ്ങനെ സാക്ഷ്യം വഹിക്കണം? നമ്മുടെ തെളിവ് വരുന്നേ ഉള്ളൂ. എങ്ങനെയാണ് സാക്ഷ്യം വഹിക്കേണ്ടത്? വഹും യഅലമൂൻ, അവർ അറിവുള്ളവരായിരിക്കണം. ആ വിഷയത്തിൽ അവർക്ക് ആ വിഷയത്തിൽ ഇൽമുള്ളവരായിക്കൊണ്ട് അവർ സാക്ഷ്യം വഹിക്കണം. വെറുതെ സാക്ഷ്യം വഹിച്ചിട്ട് കാര്യമില്ല, നാക്കുകൊണ്ട് സാക്ഷ്യം വഹിച്ചിട്ട് കാര്യമില്ല. അവർ ഹൃദയം കൊണ്ട് അതിനെ പഠിച്ചറിഞ്ഞ് അമൽ ചെയ്ത് സാക്ഷ്യം വഹിക്കണം. സൂറത്ത് സുഖ്റുഫ് 86-ാമത്തെ ആയത്. യഅലമൂന ബിഖുലൂബിഹിം മഅന മാ നതഖൂ ബിഹി ബിഅൽസിനതിഹിം, അവരവരെ നാക്കുകൊണ്ട് പ്രഖ്യാപിക്കുന്ന മഅന അവരുടെ ഹൃദയം കൊണ്ട് അവരാദ്യം അറിയണം, പഠിക്കണം, എന്നിട്ട് അമൽ ചെയ്യണം. ഇങ്ങനെ സത്യസാക്ഷ്യമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് സാക്ഷ്യം വഹിക്കുന്നവർക്കാണ് അല്ലാഹു ഷഫാഅത്ത്, അവന്റെ ഇതിലുണ്ടെങ്കിൽ, സമ്മതമുണ്ടെങ്കിൽ അല്ലാഹു അവിടെ വെച്ച് വകവെച്ച് നൽകുക. ഇനി ഹദീസിൽ നിന്നുള്ള തെളിവ്, ഖുർആനിൽ നിന്നുള്ള, അള്ളാഹുവിന്റെ കിതാബിൽ നിന്നുള്ള രണ്ട് തെളിവുകൾ നമ്മൾ പറഞ്ഞു. സൂറത്ത് മുഹമ്മദിലെ 19-ാമത്തെ ആയത്ത്, സൂറത്ത് സുഖ്റുഫിലെ 86-ാമത്തെ ആയത്ത്. ഇനി ഹദീസിൽ നിന്നുള്ള തെളിവ് സ്വഹീഹ് മുസ്ലിമിലെ 26-ാമത്തെ ഹദീസ്. عن عثمان بن عفان رضي الله عنه, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസ്. قال رسول الله صلى الله عليه وسلم, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ മാത, ഒരുത്തൻ മരിച്ചു, വഹുവ യഅലം, അവൻ അറിഞ്ഞുകൊണ്ട് മരിച്ചു, ഇൽമുള്ളവനായി, ഹൃദയം കൊണ്ട് അതിനറിഞ്ഞ്, നാക്കുകൊണ്ട് പ്രഖ്യാപിച്ച്, അതുകൊണ്ട് അമൽ ചെയ്ത് മരിച്ചു, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, എങ്ങനെ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സത്യസാക്ഷ്യ വചനത്തെ അറിഞ്ഞുകൊണ്ട്, ഹൃദയം കൊണ്ട് അംഗീകരിച്ച്, നാക്കുകൊണ്ട് പ്രഖ്യാപിച്ച് അമൽ ചെയ്തു മരിച്ചാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. ഇവിടെ എന്താണ് ഷർത്തായിട്ട് പറഞ്ഞത്? സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എങ്ങനെ അവൻ അറിയണം, അല്ലെ എങ്ങനെ അവൻ പ്രഖ്യാപിക്കണം, എങ്ങനെ അതനുസരിച്ച് അവൻ മരിക്കണം? വഹുവ യഅലം മൻ മാത, ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് എങ്ങനെ മരിക്കണം? എങ്ങനെ മരിച്ചാലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ പ്രവേശിക്കുക? ഇങ്ങനെ മരിച്ചാൽ. അപ്പൊ ഇങ്ങനെ മരിക്കുക എന്നുള്ള ഷർത്താകുന്നു. ഏതാണ് ഷർത്ത്? വഹുവ യഅലം, അവൻ അറിഞ്ഞുകൊണ്ട് മരിക്കണം, അതിനെക്കുറിച്ചുള്ള ഇൽമുണ്ടായിക്കൊണ്ട്, അതനുസരിച്ച് അമൽ ചെയ്തുകൊണ്ട്, അതിന്റെ താല്പര്യം അനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് അവൻ മരിക്കണം. ഇതാകുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഒന്നാമത്തെ ഷർത്ത്. അതിന് വിരുദ്ധമായത് അൽ ജഹൽ. അതിനുള്ള രണ്ട് തെളിവുകൾ സ്വഹീഹ് മുസ്ലിമിലെ ഹദീസിൽ നിന്നുള്ള 26-ാമത്തെ ഹദീസ്, സൂറത്തു മുഹമ്മദിലുള്ള 19-ാമത്തെ ആയത്ത്, സൂറത്തു സുഖ്റുഫിലുള്ള 86-ാമത്തെ ആയത്ത്. وأما الشرط الثاني, രണ്ടാമത്തെ ഷർത്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ രണ്ടാമത്തെ ഷർത്ത് അൽ യഖീൻ.
എന്താണ് യഖീൻ എന്ന് പറഞ്ഞാൽ? وهو أن ينطق بشهادة عن يقين جازم يطمئن قلبه إليه. ഷഹാദത്തിന് ഒരാൾ പ്രഖ്യാപിക്കുന്നു, ഉറപ്പോടുകൂടി ദൃഢമായി പ്രഖ്യാപിക്കുന്നു. ജാസിമിൻ യത്മഇന്നു ഖൽബുഹു ഇലൈഹി, അവന്റെ ഹൃദയം സമാധാനമടയുന്ന, സമാശ്വാസം കൊള്ളുന്ന ഉറപ്പുണ്ടാകണം. ഉറപ്പുണ്ടെന്നുണ്ട് പിന്നെയും തശ്വീഷായി കഴിഞ്ഞാലോ? എന്നാലും അള്ളാഹു അല്ലാത്തവരോട്, അള്ളാഹുവിനോട് കൂടുതൽ അടുത്തവരോട് വസീലാക്കാൻ പറ്റൂല്ലേ എന്നൊരു സംശയം ഇല്ല. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് അറിഞ്ഞാൽ അത് അതിന്റെ ഷർത്തുകളെ സാർത്ഥകമാക്കുകയില്ല. മറിച്ച് ഉറപ്പോടുകൂടി ഒരു സംശയവുമില്ലാതെ നമ്മുടെ ഹൃദയം സമ്പൂർണമായി സമാധാനമടയുന്ന, സമാശ്വാസമടയുന്ന ഉറപ്പ് നമുക്ക് വേണം. ആ ഉറപ്പിലേക്ക് എത്തണം. അതാണ് യഖീൻ. ദൂന തസറുബിൻ ശൈഇൻ മിന ശുകൂക്, യാതൊരു വിധത്തിലുള്ള സംശയവും അതിനെ കറബാധിപ്പിക്കരുത്. വയഅതഖിദു സിഹ്ഹത മാ യഖൂലുഹു മിൻ അഹഖിയതി ഇലാഹിയത്തില്ലാഹി തആല വബുത്ലാനി ഇലാഹിയതി മാ അദാഹ്, അല്ലാഹു അല്ലാത്തവരോടുള്ള ഇബാദത്തുകൾ, അതിന്റെ നിരർത്ഥകതകൾ അതവന് ബോധ്യപ്പെടണം, മനസ്സിൽ ഉറപ്പുണ്ടാകണം അതിനെക്കുറിച്ച്. അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടിട്ടുള്ള ഉബൂദിയത്തിന്റെ ഹഖിയത്ത് അത് കൃത്യമായി സ്ഥിരീകരിച്ചിട്ടുള്ള ബോധ്യമായിട്ടുള്ള ഉറപ്പും വേണം. وأنه لا يجوز أن يصرف لغيره شيئا من أنواع التعلق والتعبد. അതോടൊപ്പം അള്ളാഹു അല്ലാത്ത മറ്റാർക്കും ഇബാദത്തിന്റെ യാതൊരു ഇനങ്ങളും, ഇബാദത്തിന്റെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെയുള്ള ഇനങ്ങൾ, അത് കേവലം പ്രാർത്ഥനയിലും സഹായച്ചട്ടത്തിലും ഒതുങ്ങാത്ത, ബലിയിലും അറവിലും നേർച്ചയിലും ഒതുങ്ങാത്ത വ്യാപകമായിട്ടുള്ള അതിന്റെ ഇനങ്ങൾ ഒന്നും അള്ളാഹു അല്ലാത്തവർക്ക് ജായിസ് പോലുമല്ല, അനുവദനീയം പോലുമല്ല എന്നവൻ തിരിച്ചറിയണം. فإن شك في شهادته أن توقف في بطلان عبادة غير الله. എന്നാൽ ഒരാൾ സംശയിക്കുകയാണ് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിഷയത്തിൽ, അജ്സിം ബിഉലൂഹിയത്തില്ലാഹി വലാകിന്നനി മുതറദ്ദിദുൻ ബിബുത്ലാനി ഇലാഹിയത്തി ഗൈരിഹി. ഞാൻ അള്ളാഹുവിന് മാത്രമാണ് ഇബാദത്ത് ചെയ്യുന്നത് എന്നുള്ളത് അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ അള്ളാഹു അല്ലാത്തവരോടുള്ള ഇബാദത്തിന്റെ നിരർത്ഥകത, അതിനെക്കുറിച്ച് ഇപ്പോഴും എനിക്ക് ഇങ്ങനെ ഒരു സംശയം ഇങ്ങനെ മനസ്സിലിങ്ങനെ അലട്ടുന്നുണ്ട്. അതിങ്ങനെ ആവർത്തിച്ച് തകട്ടി വരുന്നുണ്ട്. അള്ളാഹുവിന് മാത്രമേ ഞാൻ ഇബാദത്ത് ചെയ്യുന്നുള്ളൂ, എന്നാലും അത് ശരിയാണോ എന്നൊരു തോന്നൽ ശൈഖ് അവർ പറയുകയാണ്, നമ്മൾ പഠിപ്പിക്കുകയാണ്. അങ്ങനെ ഒരിക്കലും തോന്നിക്കഴിഞ്ഞാൽ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ രണ്ടാമത്തെ ഷർത്തായ യഖീൻ പൂർത്തീകരിച്ചിട്ടില്ല. ബത്തലത് ഷഹാദത്തുഹു വലം തൻഫഅ, അവന്റെ ഷഹാദത്ത് ബാത്തിൽ, അവനത് ഉപകാരപ്പെടുകയില്ല തന്നെ. ഖാല തആല മുസ്നിയൻ അലൽ മുഅ്മിനീൻ, നമ്മുടെ തെളിവ് സൂറത്തുൽ ബഖറയിലെ 4-ാമത്തെ ആയത്ത്. അല്ലാഹു മുഅ്മിനീങ്ങളെ മദഹ് ചെയ്തുകൊണ്ട് അവരെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, എന്ത്? വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈഹി, റസൂലേ താങ്കൾക്ക് അവതീർണമായതിൽ അവർ വിശ്വസിക്കുന്നവരാണ്. വമാ ഉൻസില മിൻ ഖബ്ലി, താങ്കൾക്ക് മുൻപ് അവതരിക്കപ്പെട്ടിട്ടുള്ള കിതാബുകളിലും അവർ വിശ്വസിക്കുന്നവരാണ്. വബിൽ ആഖിറ, ആഖിറത്തിലും അവർ വിശ്വസിക്കുന്നവരാണ്. എങ്ങനെ? ഹും യുഖിനൂൻ, യഖീനോടുകൂടി, ഉറപ്പോടുകൂടി, യാതൊരു സംശയവും കറതീർക്കാത്ത പത്തരമാറ്റ ഉറപ്പോടുകൂടി അതിനെ വിശ്വസിക്കുന്നവരാണ് അവർ. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ രണ്ടാമത്തെ ശബ്ദത്തിനുള്ള തെളിവ് സൂറത്തുൽ ബഖറയിലെ 4-ാമത്തെ ആയത്ത്. അവർ ഉറപ്പോടുകൂടി അതിനെ വിശ്വസിക്കുന്നവരാകുന്നു. മുഅ്മിനീങ്ങളാകണമെങ്കിൽ, അള്ളാഹു പുകഴ്ത്തിയ മുഅ്മിനീങ്ങളുടെ സവിശേഷ ഗുണങ്ങൾ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മളതിനെ യഖീനോടുകൂടി വിശ്വസിക്കണം. വമദഹ അല്ലാഹുൽ മുഅ്മിനീന അയ്ദൻ ബിഖൗലി, അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ പുകഴ്ത്തിക്കൊണ്ട് മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, സൂറത്തുൽ ഹുജറാത്ത് 15-ാമത്തെ ആയത്ത്, സൂറത്തുൽ ഹുജറാത്ത്, ഇന്നമൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ ഇവർ മാത്രമാകും. ഇന്നമ എന്നുള്ള പ്രയോഗം അത് ശേഷം വരുന്നത് മാത്രമാണെന്ന് എന്നുള്ള ഫലം ചെയ്യും. ഇന്നമൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ ഇവർ മാത്രമാകുന്നു. അല്ലദീന ആമനു ബില്ലാഹി വറസൂലി, അല്ലാഹുവിലും റസൂലിലും അവർ വിശ്വസിക്കുന്നവരാണവർ. എന്നിട്ടോ സുമ്മലം യർതാബു, പിന്നീട് ആ വിശ്വാസത്തിലേക്ക് ഉറപ്പ് നഷ്ടം സംഭവിച്ച് സംശയം കലരാത്തവർ, സംശയം ബാധിക്കാത്ത കടുകട്ടി ഉറപ്പുള്ള ഈമാൻ അല്ലാഹുവിലും റസൂലിലും വെച്ചു പുലർത്തുന്നവർ, അവർ മാത്രമാകുന്നു മുഅ്മിനീങ്ങൾ. അപ്പോൾ മുഅ്മിനീങ്ങൾ അവരുടെ മാത്രമാകുന്നു എന്ന് പറഞ്ഞ വിശേഷണത്തിൽ ഉൾപ്പെടാൻ നമുക്ക് സംശയം കലരാൻ പാടില്ല. യഖീൻ ഉണ്ടാകണം. യഖീനിന്റെ എതിരാണെന്ത്? ശക്ക്, സംശയം.
ഫൽയഖീനുൽ ജാസിം. അപ്പോൾ നമുക്ക് അനിവാര്യമായി ഉണ്ടാകേണ്ട യഖീൻ എന്താകുന്നു? ഉല്ലദി യത്മഇന്നുൽ ഖൽബു ഇലൈഹി. നേരത്തെ പറഞ്ഞു തന്നെ ശൈഖ് അവർ വീണ്ടും ആവർത്തിക്കുകയാണ്, ഹഫിളഹുല്ലാഹ്. ഉല്ലദി യത്മഇന്നുൽ ഖൽബു ഇലൈഹി, നമ്മുടെ ഹൃദയം അതിൽ സമാശ്വാസം കൊള്ളുന്ന, സമാധാനം ലഭിക്കുന്ന ആ ഉറപ്പ്. വലാ യതസറബു മഅഹു ശൈഉൻ മിന ശക്ക്, യാതൊരു വിധത്തിലുള്ള സംശയവും കറതീർക്കാത്ത ഉറപ്പ്. വയഅതഖിദു സിഹ്ഹത മാ യഖൂലുഹു നത്ഖൻ ബിൽ ലിസാൻ من أحقية إلهية الله عز وجل وبطلان إلهية ما عداه. അതുപോലെ തന്നെ നമ്മൾ നാക്കുകൊണ്ട് പ്രഖ്യാപിക്കുന്ന ഷഹാദത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ്. ഉലൂഹിയത്തിന്റെ ഹഖിയത്ത്, അവകാശം അല്ലാഹുവിന് പുറമെ ആർക്കും അത് അവകാശമില്ലാത്തതാകുന്നു, അത് നിരർത്ഥകമാകുന്നു എന്ന് ഉറപ്പോടെ വിശ്വസിക്കുന്നു. വഅന്നഹു ലാ യജൂസു അൻ യുസ്രിഫ ലിഗൈരില്ലാഹി ശൈഉൻ മിൻ അൻവാഇ തഅല്ലുഹ് വതഅബ്ബുദ്. ഇബാദത്തിന്റെ യാതൊരു ഇനവും അള്ളാഹു അല്ലാത്തവർക്ക് പാടില്ല തന്നെ, ജായിസല്ല തന്നെ, വകതിരിച്ചു വിടൽ എന്നതും നമ്മൾ ഉറപ്പോടെ വിശ്വസിക്കുന്നു, അംഗീകരിക്കുന്നു. فقد روى مسلم رحمة الله عليه في صحيحه بسنده عن أبي هريرة رضي الله عنه. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു സഖർ അദ്ദൗസി, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു യഥാർത്ഥ നാമം എന്താണ് നമുക്കറിയില്ല. പലർക്കും അബൂ ഹുറൈറ എന്നറിയുള്ളൂ. ഇസ്ലാമിക ലോകത്തിന് ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത് സമ്മാനിച്ച അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു യഥാർത്ഥ നാമം എന്താണ്? അബ്ദുറഹ്മാൻ ഇബ്നു സഖർ. അബ്ദുറഹ്മാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. സഖറിന്റെ പുത്രൻ അബ്ദുറഹ്മാൻ. അദ്ദൗസി, അദ്ദേഹത്തിന്റെ ഗോത്രമാകുന്നു ദൗസ്. അബ്ദുറഹ്മാൻ ഇബ്നു സഖർ അദ്ദൗസി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ 27ാമത്തെ ഹദീസായി ഉദ്ധരിക്കുന്ന ഹദീസ് എന്താകുന്നു? അഷ്ഹദു അന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, തീർച്ചയായും അല്ലാഹു മാത്രമാകുന്നു ഇബാദത്തിന് അർഹൻ, ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ് എന്ന് സാക്ഷ്യം വഹിക്കുന്നു. വഅന്നി റസൂലുള്ളാഹ്, അതോടൊപ്പം ഞാനാകുന്നു അല്ലാഹുവിന്റെ റസൂൽ എന്ന് റസൂലുള്ളാഹ് നമ്മളോട് നേരിട്ട് പറയുന്ന കോലത്തിലാണ്. റസൂലുള്ളാഹ് നേരിട്ട് പറയുന്ന കോലത്തിൽ അഷ്ഹദു അന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ അല്ലാഹു മാത്രമാകുന്നു ഇബാദത്തിന് അർഹൻ എന്നൊരുത്തൻ സാക്ഷ്യം വഹിക്കുന്നു. വഅന്നി റസൂലുള്ളാഹ്, നിശ്ചയമായി ഞാനാകുന്നു അല്ലാഹുവിന്റെ റസൂൽ എന്നൊരുത്തൻ സാക്ഷ്യം വഹിക്കുന്നു. ലാ യൽഖല്ലാഹു ബിഹിമാ അബ്ദുൻ ഗൈറ ശാക്കിൻ ഫീഹിമാ, എന്നിട്ട് അവൻ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നു, അവൻ പരലോകത്തേക്ക് പ്രവേശിക്കുന്നു. എങ്ങനെ? ഗൈറ ശാക്കിൻ ഫീഹിമാ, ഈ പ്രഖ്യാപിച്ച ഷഹാദത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ലാതെ, സംശയമില്ലാത്തവനായിക്കൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നു. ഇല്ലാതെ ഖലൽ ജന്ന, അവൻ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയല്ലാതെ ഇല്ല. അള്ളാഹുവിനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. ഇവിടെ എന്താ റസൂലുള്ളാഹി സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടാൻ ഷർത്തായി പറഞ്ഞത്? ഇല്ലാതെ പറഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്താണ് ആ മാത്രം? സംശയം ഉണ്ടാവാൻ പാടില്ല. ഫലാ ബുദ്ദ മിനൽ യഖീനി ബിലാ ഇലാഹ ഇല്ലല്ലാഹ്, അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് രണ്ടാമത്തെ ഷർത്തായി അനിവാര്യമാണെന്ത്? യഖീൻ, ഉറപ്പ്, സംശയമില്ലാത്ത അവസ്ഥ. അത് നമ്മളെ ഹൃദയത്തിന് സമാധാനം നൽകുന്ന, യാതൊരു കറയും ബാധിപ്പിക്കാത്ത, ഇളക്കം സംഭവിക്കാത്ത ഉറപ്പ്. അതിന് ആദ്യം പറഞ്ഞ ഇൽമ് പൂർത്തീകരിക്കപ്പെടണം. അതില്ലാത്തവർക്കാണ് ഈ ഇളക്കം സംഭവിക്കുക. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. രണ്ടാമത്തെ ഹദീസിന്റെ തെളിവ് മുസ്ലിമിലെ തന്നെയാണ്. 31ാമത്തെ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ അബ്ദുറഹ്മാൻ ഇബ്നു സഖർ അദ്ദൗസി റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുന്ന ഹദീസ്, മൻ ലഖീത വറാഅ ഹാദൽ ഹായിദ് യഷ്ഹദു അന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് മുസ്തൈഖിനൻ ബിഹാ ഖൽബു ഫബശ്ശിർഹു ബിൽ ജന്ന. ഇത് വളരെ സുദീർഘമായ ഒരു ഹദീസിന്റെ ഒരു ഭാഗം മാത്രമാണ്. ഇൻഷാ അല്ലാഹ് സമയമുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഒരിക്കൽ ഇതിനെ വിശദീകരിക്കാം. അല്ലെങ്കിൽ നിയാഫ്ക വരുമ്പോൾ ഈ ഹദീസ് ഒന്ന് വിവരിച്ചു തരാൻ പറഞ്ഞാൽ മതി. വളരെ രസകരമായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുമായിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉണ്ടായ ചെറിയൊരു രസലൊക്കെ ഉണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ ഉമർ റളിയല്ലാഹു അൻഹു നെഞ്ചത്ത് നോക്കി ഒരു പഞ്ചൊക്കെ കൊടുത്തു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിലത്ത് വീണു. റസൂലുള്ളാഹിന്റെ അടുത്ത് പരാതി പോയി പറഞ്ഞു. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലം ഇതിനുണ്ട്. എന്നാണ് അതിന്റെ എനിക്കൊരു സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ. നിങ്ങൾ പഠിക്കാനുള്ള ആഗ്രഹം അത് ഉണ്ടാക്കും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ റസൂലുള്ളാഹി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറയണം, മൻ ലഖീത വറാഅ ഹാദൽ ഹായിദ്, അദ്ദേഹം ഒരു മറക്ക് അപ്പുറത്ത് പോയിട്ട് ആ മറ ഒരു ചുമർ അത് തുരന്നു പോയിട്ടാണ് റസൂലുള്ളാഹിന്റെ അടുത്ത് പോകുന്നത്. റസൂലുള്ളാഹി പെട്ടെന്ന് സദസ്സിലേക്ക് എണിച്ചു പോയപ്പോ അദ്ദേഹം പിന്നാലെ ഓടിയിട്ട് ആ മറ തുറന്നിട്ടാണ് പോകുന്നത്. ഇപ്പുറത്ത് എന്താണ് റസൂലുള്ളാഹി പോയത്, എന്താണ് അബൂ ഹുറൈറ പിന്നാലെ പോയതെന്ന് ആകാംക്ഷയോടെ ഈ മറക്ക് പിന്നിൽ കാത്തു നിൽക്കുന്നവരുണ്ട്. അപ്പൊ റസൂലുള്ളാഹി പറയാണ്, മൻ ലഖീത, നിന്നെ ഈ മറക്ക് പിന്നിൽ ആരെങ്കിലും കണ്ടുമുട്ടി, അല്ലെങ്കിൽ നീ അവരെ കണ്ടുമുട്ടി, ഈ മറക്ക് പിന്നുള്ളവരെ മൻ ലഖീത നീ കണ്ടുമുട്ടി, യഷ്ഹദു അന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്,
ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് സാക്ഷ്യം വഹിക്കുന്നവരായി, ഷഹാദത്ത് അംഗീകരിച്ചവരായി. മുസ്തൈഖിനം ബിഹാ, എങ്ങനെ അവർ സാക്ഷ്യം വഹിക്കണം? യഖീനോടുകൂടി, ഉറപ്പോടുകൂടി, സംശയമില്ലാതെ. ഖൽബു, അവന്റെ ഹൃദയം കൊണ്ട്, ഹൃദയത്തിൽ സംശയം കലരാത്ത ഉറപ്പുകൊണ്ട് അവൻ സാക്ഷ്യം വഹിക്കണം. ഫബശ്ശിർഹു ബിൽ ജന്ന, അങ്ങനെയുള്ളവരോട് നീ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുക. അബൂ ഹുറൈറ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സംഭവം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹ് മുസ്ലിമിലെ 31ാമത്തെ ഹദീസായി ഉദ്ധരിക്കുന്നു. അപ്പോൾ ഇതാകുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് രണ്ടാമത്തെ ഷർത്ത് സംശയം കലരാത്ത, ഇളക്കം തട്ടാത്ത ഉറപ്പ്. അൽ അവ്വൽ ഒന്നാമത്തത് ഇൽമ്, രണ്ടാമത്തത് യഖീൻ. കുറച്ചും കൂടി ഇതിന്റെ ശരഹ നമുക്ക് ഈ യഖീനും വിശദീകരിക്കേണ്ട ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഫضലും ഇതിനുണ്ടെങ്കിൽ നമുക്ക് പൂർത്തീകരിക്കാം. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീൻ മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. റബ്ബനാ തഖബ്ബൽ മിന്നാ ربنا خلص قلوبنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بانواع رحمتك يا أرحم الراحمين والحمد لله رب العالمين وصلى الله وسلم وبارك على محمد وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.